ബലമായിരിക്കുവാൻ, ഞങ്ങളുടെ ആത്മാവിന് ബലമായിരിക്കുവാൻ, ഞങ്ങളുടെ ശരീരങ്ങൾക്ക് വിടുതലും ബലവുമായിരിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം. അല്പസമയം ഞങ്ങൾ പാട്ടുകളെ പാടി അവിടുത്തെ ആരാധിക്കുമ്പോൾ കർത്താവേ, നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ മറയ്ക്കുമാറാകണം. ആരാധന ലീഡ് ചെയ്യുവാൻ കർത്താവെ, പ്രിയ ജിനു ബ്രദറിനെ നീ സഹായിക്കുമാറാണ്. നിന്റെ മകൻ്റെ നാവിനോടുകൂടെ ശബ്ദത്തോടു കൂടെ ഇരിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്ന് വന്ന് ജോയിൻ ചെയ്യുവാനായി ആഗ്രഹിക്കുന്നവർ കർത്താവെ, തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ സഹായിക്കണം. യാതൊരു വിധമായ ടെക്നിക്കൽ പ്രോബ്ലംസും ഉണ്ടാകാതെ കർത്താവ് കാക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് എല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകളും അഭയാചനകളും കേട്ടിരിക്കിയാൽ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്നവനായ നമ്മളുടെ കർത്താവിൻ്റെ വലിയ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമ്മൾക്ക് ഒരിക്കൽ കൂടെ ഈ സൂം പ്ലാറ്റ്ഫോം വഴിയായി ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവം ഒരുക്കിയ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സാഹചര്യങ്ങൾ പലപ്പോഴും അനുകൂലമല്ല എങ്കിലും ഇത്രയും പേർക്ക് ഒരുമിച്ച് കടന്നു വന്ന് ദൈവവചനത്തിൽ നിന്നും കേൾക്കുവാനും ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് ഒരുമിച്ച് നമ്മളുടെ രക്ഷകന്റെ നാമത്തെ ഉയർത്താം. പ്രിയ ജിനു ബ്രദറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. താന് നമ്മളോട് കൂടെ ആയിരിക്കുന്നതിൽ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. നമ്മൾക്ക് ഒരുമിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പാട്ടുകളെ പാടുമ്പോൾ അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് ഒരുമിച്ച് പാടി നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയ ജിനു ബ്രദർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കാമല്ലോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ വലിയ നാമം ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഇടയാക്കി അവൻ്റെ വൻ കൃപകളെ ഓർത്ത് കർത്താവിനെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മുടെ അതരങ്ങളെയൊക്കെ ഇന്ന് തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളോട് കരുണ കാണിച്ച ആ കർത്താവ് ഇന്ന് പകൽക്കാലം നമുക്ക് ജീവനോടെ ദൈവസന്നിധിയിലായിരിക്കാൻ അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ഹല്ലേലൂയ, നമുക്ക് ആശ്രയിപ്പാനുള്ള ആ കർത്താവിനെ ഒരുമിച്ചൊന്ന് പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയല്ലോ. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയൊക്കെ ദൈവം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുവാൻ, നമുക്കതൊരു വിടുതലായി കാരണം ഭവിപ്പാൻ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മളെ നടത്തിയ കർത്താവ്, ഹല്ലേലൂയ. വിശേഷാൽ തോമസ് അങ്കിളിലെ ആൻറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ കൂടെ ദൈവം ചെയ്തെടുക്കുന്ന ഈ നല്ല പ്രവൃത്തികളെ ഓർത്ത് എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഗാനങ്ങളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. വി വർഷിപ്പ് ജീസസ്. ഹല്ലേലൂയ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിരും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിരും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിരും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. എന്നെ നടത്തി
പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്. ഒരു നാളും ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും. ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും. ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. നിരക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറുകിയിട്ടില്ല. എന്നും നിരക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്താഹം തീർക്കുന്ന ജീവനാദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. എന്താഹം തീർക്കുന്ന ജീവനാദിയുണ്ടെന്നും ഒരു നാളും ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും. ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും. ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലാട് ചേർന്ന് പാടുമോ. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂട് നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും. ആ ഇമ്പസ്വരത്താ നയിച്ചതി. ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താ ഹല്ലേലൂയ പാടിയിടും. ആ ഇമ്പസ്വരത്താ
നയിച്ചതി. ഓ ഹല്ലേലൂയ പാടിയിടും. ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും. ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും. യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും. യേശു മാത്രം കർത്താവ്. കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. ഓ കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും. യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും. യേശു മാത്രം കർത്താവ്. He is Lord, He is Lord. He has risen from the dead and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. He is Lord, He is Lord. He has risen from the dead and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും. യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും. ഓരാ ബാബാ ശാന്തരഹതുരേ. യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമൊക്കെ ഉള്ളവർ കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. നാം ആയിരിക്കുന്നത് അവൻ്റെ കരുണയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ. നമ്മൾ ഇത്രത്തോളം നടത്തിയ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ. അവൻ്റെ കരുണയൊക്കെ ഓർത്ത് കർത്താവിനെ അവിടുന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യേ, നമ്മുടെ വിഷമങ്ങളുടെ മധ്യേ ഒക്കെ കർത്താവിൻ്റെ നീതി ഹല്ലേലൂയ നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മളിങ്ങനെ ഒരു ഗാനം, അതിൻ്റെ വരികൾ ഇങ്ങനെ പറഞ്ഞു, വേദന സഹിക്കുന്ന ആ സമയത്തും ശരീരം ശക്തി പോയാലും നിരാശയിൽ മുഴുകി നീ കിടക്കുവാണെങ്കിൽ യേശു ശക്തനാകുന്നവൻ മാറ്റും. ഹല്ലേലൂയ. അവനിൽ വയ്ക്കുക നിൻ്റെ പ്രത്യാശ. ഇന്ന് പകൽക്കാലം ആ ഒരു പ്രത്യാശ ഗാനം കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ലോകം നിന്നിലുള്ള വെള്ളി പൊന്നിവ എടുത്തിടും, ലോപമായി ജീവിക്കുക എങ്കിലും പോഷിപ്പിക്കുക പർവ്വക ജാതിയെയും വയ്ക്കുക നിൻ ഭാരം അവൻ പാദത്തിൽ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ അവിടെ നിടയാക്കട്ടെ. അവൻ്റെ നാമം മഹത്വപ്പെടുത്തുമാറാട്ടെ. ഹല്ലേലൂയ. വി വർഷിപ്പ് യു ജീസസ്. ലോകം നിന്നിലുള്ള വെള്ളി പൊന്നിവയെടുത്തിടും, ലോപമാ ജീവിക്കണം നീയെങ്കിലും
പോഷിപ്പിക്കയില്ലയോ പരവജാതിയെ അവൻ വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. ലോകം നിന്നിലുള്ള വെള്ളി പൊന്നിവയെടുത്തിരും ലോപമാ ജീവിക്കണം നീയെങ്കിലും. പോഷിപ്പിക്കയില്ലയോ പരവജാതിയെ അവൻ വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. വയ്ക്കുക വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രരാക്കും നിന്നെയും. വയ്ക്കുക വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ നിശ്ചയം സ്വതന്ത്രനാക്കും. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രരാക്കും നിന്നെയും. വേദന സഹിച്ചു നിൻ ശരീരശക്തി പോയതാ നിരാശയിൽ മുഴുകി നീ കിടക്കുമ്പോ യേശു ശക്തൻ മാറ്റുവാൻ അറിയുന്നവനായതും വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. വേദന സഹിച്ചു നിൻ ശരീരശക്തി പോയതാ നിരാശയിൽ മുഴുകി നീ കിടക്കുമ്പോ യേശു ശക്തൻ മാറ്റുവാൻ അറിയുന്നവനായതും വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രരാക്കും നിന്നെയും. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രരാക്കും നിന്നെയും. ശത്രുവിനുപദ്രം നിൻ ഹൃത്തിനെ തകർക്കുമ്പോൾ പരൻ പാരത്തിൽ കേൾക്കുന്നു നിൻ പ്രാർത്ഥന. ആയവൻ വഴി തുറന്നു ക്ഷേമമായി നടത്തിയിടും വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തേ. ശത്രുവിനുപദ്രവം നിൻ നീ പ്രാർത്ഥന. ആയവൻ വഴി തുറന്നു ക്ഷേമമായി നടത്തിയിടും വയ്ക്കുക നിൻ ഭാരമാവൻ ചേർന്ന് പാടുമോ. വയ്ക്കുക വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രരാക്കും നിന്നെയും. വയ്ക്കുക വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ
നിശ്ചയം സ്വതന്ത്രരാക്കും നിന്നെയും. In the sweet by and by we shall meet on the beautiful shore. In the sweet by and by we shall meet on that beautiful shore. In the sweet by and by we shall meet on the beautiful shore. In the sweet by and by we shall meet on that beautiful. പ്രത്യാശയോടെ വയ്ക്കുക വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്ത്. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രരാക്കും നിന്നെയും. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. അപ്രത്യാശയോടെ ഒരിക്കൽ കൂടെ വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ഭംഗിയേറിയ തീരത്ത്. സ്വർഗ്ഗ നല്ല പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്തിനാണ് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അപ്പോൾ നിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ, അപ്പോൾ ആ പ്രത്യാശയുടെ ഗാനങ്ങൾ ഒരുമിച്ച് നിന്നെ ആരാധിപ്പാൻ നീ അവിടെ നിടയാക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയെ പച്ചനത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് നീ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനാൽ സ്തോത്രം. വിടുതലായി നീ അവിടെ നിന്ന് ഭവിക്കാൻ പോകുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. മുഴുവൻ മഹത്വൻ്റെ കർത്താവിനെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. താങ്ക് യു ജിനു. നമ്മൾ പാടിയ പാട്ടുകൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആരാധിച്ച് ആത്മാവിൽ ബലപ്പെടുവാൻ ഞാൻ അവസാനം പാടി പാട്ട് ഞാൻ പലപ്പോഴും പാടി കർത്താവിനെ ആരാധിക്കുന്ന ഒരു പാട്ടാണ്. വയ്ക്കുക വയ്ക്കുക നിന്റെ ഭാരങ്ങളെല്ലാം, നമ്മളുടെ ഭാരങ്ങൾ എന്തായാലും. അതിൻ്റെ അടുത്ത സ്റ്റാൻസ പറയുന്നത്, യൗവന ദിശ കഴിഞ്ഞ് വാർദ്ധക്യം വന്നിടുമ്പോൾ, ജീവിത ഭാരത്താൽ ശരീരം കുനിയുമ്പോൾ, നമ്മൾ പലരും ആ അവസ്ഥയിലുള്ളവരാണ്. അപ്പോഴും നമ്മൾക്ക് വയ്ക്കുവാൻ, നമ്മളുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാൻ, ഭാരങ്ങൾ എന്താണെന്നുള്ളതല്ല, ആ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാൻ ഒരു സന്നിധിയുണ്ട്. പലപ്പോഴും നമ്മളുടെ ഭാരങ്ങൾ എവിടെ ഇറക്കി വയ്ക്കുമെന്നറിയാതെ ഓടി നടക്കുന്നവരാണ് നമ്മൾ. എന്നാൽ പലപ്പോഴും ആ ഭാരം ഇറക്കി വയ്ക്കുവാൻ, അത് കേൾക്കുവാൻ, ആ പാട്ടിന്റെ അവസാനത്തെ ആ സ്റ്റാൻസ പറയുന്നത്, ബോംബ് ഭൂമിയെ വിഴുങ്ങുന്ന നേരം ഒരു തണലിന് ഒളിഞ്ഞിരിക്കുവാൻ ഒരു ഇടം ഞാൻ കണ്ടില്ല എന്ന് വരുമ്പോഴും, കാരണം ജീവിതത്തിൽ യാതൊരു വിധമായ പ്രത്യാശകളും ഇല്ലാതെ വരുന്ന സാഹചര്യത്തിലും നമ്മളുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാൻ ഒരു സന്നിധിയുണ്ട്. ആ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ സന്നിധിയിൽ നമ്മൾക്ക് ഭാരങ്ങളെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പലരും ഈ നാട്ടിലെ ചുമട് താങ്ങി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചുമട് താങ്ങിയാൽ ചുമട് തലയെ വെച്ചിട്ട് അത് ഇറക്കി വെച്ച് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് ചുമട് താങ്ങി. എന്നാൽ പണ്ട് ചിലരെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ചുമട് താങ്ങിയാല് ചുമട് തലയെ വെച്ചുകൊണ്ട് ആ ചുമട് താങ്ങിയെ കയറിയിരിക്കും.
ആ സ്വഭാവത്തിലുള്ളവരാണ് നമ്മൾ പലരും. ചുമട്, നമ്മളുടെ ഭാരങ്ങൾ താങ്ങുവാൻ നമ്മളുടെ കർത്താവുണ്ട്. നമ്മൾക്കൊരു സന്നിധിയുണ്ട്. ആ സന്നിധിയിൽ നമ്മളുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് നമുക്ക് ആശ്വാസം പ്രാപിക്കാനുള്ള സമയമാണിത്. നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുമായി മുമ്പോട്ട് പോകാം. ഫ്ലോറിഡയിൽ നിന്നുള്ള റോസ്മ സിസ്റ്റർ പ്രാർത്ഥിച്ച് സഹായിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ വിഷയങ്ങളിൽ ദീപുവിന് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കുക. ദീപുവിനെ വെന്റിലേറ്ററിൽ നിന്നും ഒക്കെ മാറ്റി കീമോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവാനുള്ള ആരംഭമാണ്. ചിന്നമ്മ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ രാജൻ ജോർജ് ഭവനത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ പൂർണ്ണ റിക്കവറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ പുന്നുസുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പുന്നുസുട്ടിയുടെ കാലിൽ വീണ്ടും ഒരു സർജറി കൂടി കഴിഞ്ഞു. പൂർണ്ണമായ റിക്കവറി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ചിനു സൗഖ്യം പ്രാപിച്ചു വരുന്നു, എന്നാൽ ഇറ്റ്സ് എ ലോങ് വേ ടു റിക്കവറി. ചിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് വിഷയങ്ങൾ, പ്രസാദനായി, വത്സയ്ക്കായി പ്രാർത്ഥിക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ കോളേജുകളിൽ പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ ഡ്രഗ് അഡിക്ഷനിലും മറ്റുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നോർത്ത് ഈസ്റ്റില് ന്യൂയോർക്ക്, ന്യൂജേഴ്സി, പെൻസിൽവേനിയ ആ ഏരിയകളിൽ സ്കൂളുകൾ തുറക്കുവാൻ സമയം അടുത്തു വരുന്നു. കോളേജിലേക്ക് പോകുന്നവര് അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിവാഹപ്രായം എത്തി നിൽക്കുന്ന നമ്മളുടെ മക്കള്, അവർക്ക് വേണ്ടി തക്കതായ തുണകളെ കർത്താവ് ഒരുക്കുവാൻ വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വിവാഹ ജീവിതത്തിലെ പ്രയാസ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്, അവരെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം വഴി തുറന്ന് ദൈവം കുടുംബങ്ങളിൽ സമാധാനം പകരുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പ്രായത്തിലായിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന സുവിശേഷ വേലകളെ, സുവിശേഷ പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും കൂടെ കടന്നു പോകുന്നവരുണ്ട്, ജീവിത ഭാരത്താൽ നിറഞ്ഞ് അലയുന്നവരുണ്ട്, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയും ഓർത്ത് റോസ്മ സിസ്റ്ററെ പ്രാർത്ഥിച്ച് സഹായിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കേൾക്കാവോ അങ്കിളെ? കേൾക്കാവോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അടിയങ്ങളുടെ ജീവിതത്തെ കണ്ടിട്ടില്ലാത്ത ഒരു ദിവസം കൂടെ കർത്താവ് ഞങ്ങൾക്ക് തന്നല്ല കർത്താവേ. കഴിഞ്ഞ 7 മാസം ഞങ്ങളെ വിട്ട് കടന്നുപോയി. 8ാമത്തെ മാസത്തിന്റെ 22ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു കർത്താവേ. ശ്രേഷ്ഠന്മാർ, സമ്പന്നന്മാർ, യുവാക്കൾ, യുവതികളൊക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു കർത്താവേ. എന്നാൽ അടിയങ്ങളെ അവിടായി സൂക്ഷിച്ചല്ലേ. ഞങ്ങൾ അവരിൽ ആരും ശ്രേഷ്ഠതൊന്നും ആയിട്ടല്ല കർത്താവേ. അങ്ങ് ഞങ്ങളെ ഓർത്തതിനാല് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നതിന് എന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ കർത്താവേ. അങ്ങയുടെ സന്നദ്ധിൽ സ്തോത്ര യാഗങ്ങളെ അർപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഏതോ ആയിത്തീരണം. അടിയനെ ഒരുക്കണമേ, ഈ ലൈനെ ഒരുക്കണേ കർത്താവ്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസനെയും ദാസിയെയും കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്ന ദൈവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇനി വേണ്ടുന്ന ക്രമീകരണങ്ങളെ എല്ലാം ഒരുക്കി കൊണ്ടുവരുവാന് ദൈവം കൊടുത്ത കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം. ലൈനി കടന്നു വന്ന ദൈവദാസന്മാർക്കായി, കുടുംബങ്ങൾക്കായി, ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പാട്ടുപാടിയ കർത്തൃദാസനായി സ്തോത്രം. നിന്റെ മകനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കാൻ അനേക ഇടങ്ങളിൽ പോയി പാടുവാൻ പൈതലിനെ ബലപ്പെടുത്തിക്കാട്ട് കർത്താവേ. കുടുംബത്തെ അനുഗ്രഹിക്കേണ്ട ദേവദാസം പറഞ്ഞ വിഷയങ്ങളുമായി ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ. ഹല്ലേലൂയ. വെന്റിലേറ്റർ ആയിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. പൂർണ്ണമായ വിടുതലും ആശ്വാസവും സൗഖ്യം
കൊടുക്കണമേ കർത്താവെ. ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞുള്ളവരുണ്ട് കർത്താവെ. ദൈവത്തിന്റെ വിടുതലിന്റെ കര ഹല്ലേലൂയ സൗഖ്യമാക്കുന്ന കരം നീട്ടി അഖിലയാതിലെ ഔഷധ തൈലം ഹല്ലേലൂയ ഉച്ചി മുതല് ഉള്ളങ്കാൽ വരെയും അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കി എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഡയാലിസിസ് ആല ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ്, ഡയബറ്റീസ് ആല ഭാരപ്പെടുന്നവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ട് കർത്താവെ. തനിയെ താമസിക്കുന്നവരുണ്ട് കർത്താവെ. അവരെല്ലാം ഞങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാണപ്പാ. ഹല്ലേലൂയ. ആരെല്ലാം മറന്നാലും മറക്കാത്ത ഒരു ദൈവം ജീവിക്കുന്നതിനാല് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അമ്മ മറന്നാലും മറക്കാത്ത കർത്താവ്, ഓമനെ പേര് ചൊല്ലി വിളിച്ച ഒരു ദൈവം ജീവിക്കുന്നതിനാല് അങ്ങയുടെ കാര്യങ്ങളിൽ ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ രോഗികളെ എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങള് സ്കൂൾ തുറന്നു, ഇവിടൊക്കെ സ്കൂൾ തുറന്നു. സ്കൂളിൽ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങള് ഹാലില തന്നെ വണ്ടി ഓടിച്ചു പോകുന്നവരുണ്ട് കർത്താവെ. ഹാലില താമസിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, സൈക്കിളെ പോകുന്നവരുണ്ട്. ഹാലേലൂയ. ഞങ്ങളുടെ സകല കുഞ്ഞുങ്ങളെ എന്റെ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാണ്. ആർക്കും ഒരു പ്രയാസോ ഭാരമോ ഒന്നും ഉണ്ടാവില്ലേ കർത്താവെ. ആരും വഴിതെറ്റി പോവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെടല്ലേ കർത്താവെ. അവരിടത്തോട്ടോ വലത്തോട്ടോ പോകുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ കൂടി നടന്നു കൊള്ളുക എന്നുള്ള ദൈവത്തിന്റെ വേർന്ന ശബ്ദം കുഞ്ഞുങ്ങളെ കേൾപ്പിച്ച് അവരെ നല്ല പാതയിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ കാര്യങ്ങളിലെല്ലാ രോഗികളെയും ഒരു പ്രാവശ്യം കൂടെ കർത്തദാസം പറഞ്ഞ സകല വിഷയങ്ങളെ അപ്പന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കാണ് കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവെ. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദേവദാസന്മാര് കഷ്ടം അനുഭവിക്കുന്ന കർത്താവെ, പട്ടിണി കിടക്കുന്ന കർത്താവെ, അടികൊള്ളുന്ന കർത്താവെ, അല്ലെങ്കിൽ ഉപദ്രവം ഏൽക്കുന്ന കർത്താവെ, ഹറാസിങ് അനുഭവിക്കുന്ന കർത്താവെ, ഭവനരഹിതരാകുന്ന കർത്താവെ, ആലയങ്ങളെല്ലാം വെട്ടിപ്പൊളിക്കുന്ന കർത്താവെ. ദൈവം എഴുന്നേൽക്കണമേ. അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിപ്പോകുമല്ലോ. ഹല്ലേലൂയ. ശൗലിനെ പൗലോസാക്കിയ ഒരു ദൈവം ജീവിക്കുന്നല്ലോ. ദൈവമേ അവർക്കൊക്കെ ബുദ്ധി കൊടുത്ത് അവർ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടയാക്കണമേ കർത്താവെ. വനുകാരികൾ കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ വചനം പറയുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം. കർത്താവ് ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരട്ടി ശക്തിയോട് പരിശുദ്ധാത്മാവിന്റെ നിറവില് അങ്ങയുടെ വചനം ഘോഷിപ്പാൻ കർത്താവെ അവിടുത്തെ ദാസനെ ബലപ്പെടുത്തിക്കാട്ട് കർത്താവെ. അതാണ് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാന്, ആശ്വാസമായി തീരുവാന്, ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഞങ്ങൾ പ്രായോഗികമാക്കുന്നവരായി തീരുവാൻ കർത്താവെ സഹായിക്കണേ. ഞങ്ങൾ ഒരു ചെവിക്കൂടെ കേട്ട് മറ്റേ ചെവിക്കൂടെ വിടുന്നവരായിട്ടല്ല കർത്താവെ. ഞങ്ങളെ സമർപ്പിക്കുന്നു, അടിയനെ സമർപ്പിക്കുന്നു കർത്താവെ. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്തദാസനെ കുടുംബത്തെ ഏൽപ്പിക്കുന്ന ഒരു പ്രാവശ്യം കർത്താവെ. ലൈനിൽ കടന്നു വന്ന എല്ലാവർക്കായി സോദരൻ എന്തെങ്കിലും വിഷയം അടിയം വിട്ടുപോകേണ്ട അവരോട് പ്രാർത്ഥി. പ്രത്യേകിച്ച് ഞങ്ങൾ ആ പ്രായമായ ഞങ്ങളുടെ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കർത്താവെ. ഹല്ലേലൂയ. അവർക്ക് വേണ്ടുന്ന വഴികളെ തുറക്കണേ കർത്താവെ. അനേക മാതാപിതാക്കൾ വേദനയോട് നെടുവീർപ്പോട് കഴിയുന്നില്ല അപ്പാ. അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറക്കണമേ. അവരുടെ ഒരു നെടുവീർപ്പ് പോലും അറിയുന്ന ദൈവമേ. ആ പ്രായം കഴിഞ്ഞവരുണ്ട് കർത്താവെ, വിവാഹ പ്രായമായി നിൽക്കുന്നവരുണ്ട്, ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഉണ്ട് കർത്താവെ. അവർക്ക് വേണ്ടുന്ന തക്കതായ തുണകളെ കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിക്കണമേ. വിവാഹം കഴിഞ്ഞ് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടുണ്ട് കർത്താവെ. ദൈവ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠം എണ്ണിക്കൊണ്ട് സമാധാനത്തോടെ ആയിരിക്കാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണേ കർത്താവെ. മക്കളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, മക്കളെ കൊടുത്തവരുണ്ട്. എല്ലാവരെയും ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണേ. ഒരു പ്രാവശ്യം കൊണ്ട് അടിയനെയും താഴ്ത്തിയാൽ ഒന്നുമില്ല കർത്താവെ. എന്നെ വളം കൊണ്ടുവന്നാനായി സ്തോത്രം. എന്റെ കുറവൊന്നും ഈ ലൈനോട് കണക്കിടല്ലേ. ദൈവകാര്യങ്ങളെ സമർപ്പിക്കുന്നു കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ ദൈവത്തിന് തരുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുപ്പച്ചന്റെ വിലയേറിയ നാമത്തില് താഴ്മേമനെയുമായി അപേക്ഷിക്കുന്ന ദയോട് കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ ആമേൻ. താങ്ക് യു റോസ്മസ് സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ലൈനിലായിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ നമ്മളുടെ കർത്താവിന്റെ വലിയ നാമത്തില് വന്ദനം ചൊല്ലുന്നു. നമ്മൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി നദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപകൾ കരുണകൾ നമ്മൾക്ക് വലുതായിരിക്കാൽ നമ്മൾക്ക് അവനെ സ്തോത്രം ചെയ്യാം. സിജി പാസ്റ്ററെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മളുടെ ലൈനിൽ വന്ന് നമ്മളോട് ശക്തമായി ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുള്ള കർത്തൃദാസനാണ്. തൻ്റെ വേലകളെയും തൻ്റെ കുടുംബത്തെയും ഓർത്ത് അദ്ദേഹത്തിന് കർത്താവ് ഒരു പൈതലിനെ കൊണ്ട് ദാനമായി കൊടുത്തു. അവരെല്ലാവരും ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തമിഴ്നാട്ടിലെ പ്രവർത്തനങ്ങളെ ഓർത്ത്
പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു. അടുത്ത 1 മണിക്കൂർ കർത്താവിൻ്റെ ദാസൻ വചനത്തിൽ നിന്ന് സംസാരിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ധൃതി ഇല്ലെങ്കിൽ, അടുത്ത എവിടെയെങ്കിലും പോകുവാൻ ഇല്ലെങ്കിൽ, ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കാൻ ഉണ്ടെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിക്കും. ദൈവം കർത്താവ് കർത്തദാസനെ ഏൽപ്പിച്ചിരിക്കുന്ന വചനങ്ങളും ആർക്കെങ്കിലും ദൂതുകളുണ്ടെങ്കിൽ അതും കർത്താവ് എൻ്റെ ദാസൻ പ്രസ്താവിക്കുന്നത് നമ്മൾക്ക് ശ്രദ്ധയോടെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് ആയിരിക്കാം. പാസ്റ്റർ സിജി ചാക്കോ. താങ്ക് യു അങ്കിൾ. പ്രൈസ് ലോർഡ്. കേൾക്കാമോ? അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായ കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം നിങ്ങളുടെ നടുവിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പ്രിയങ്കൾ ഓർപ്പിച്ചതുപോലെ പലവട്ടം കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ നടുവിൽ വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയങ്കിളിനെ ആൻറ്റി ഓർക്കുന്നു. മറ്റ് എല്ലാ ദൈവദാസന്മാർ, കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, പിതാക്കന്മാർ, മാതാക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ കർത്താവിന്റെ ദാസ് എല്ലാവർക്കും ക്രിസ്തുവേശുവിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. പരിചിതങ്ങളായ ഒത്തിരി മുഖങ്ങളുണ്ട്. എല്ലാവരെയും സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്രദർ റൂബനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ജീവനോടെ കാണുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ബൈബിൾ പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ആമേൻ. നമ്മൾ നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാണ്. നമ്മൾ നേടിയതല്ല, ദൈവം നമുക്ക് തന്നതാണ്. ദൈവത്തിന് കർത്താവിന്റെ ദാസൻ ആ പാട്ട് പാടിയപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വെല്ലുമ്മിച്ച് എന്നെ പഠിപ്പിച്ചൊരു പാട്ടാണ്. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ധ്യാനിക്കുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു മീറ്റിങ്ങിന് അങ്ങനെ ഒരു പാട്ട് പാടി കേൾക്കുന്നത്. കാരണം ഈ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഈ മരണത്തിന്റെ ഒരു ലേബൽ നൽകി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാട്ടുകളാണ്. പക്ഷെ ഒത്തിരി അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. നമ്മുടെ പ്രിയങ്കള് പറഞ്ഞതുപോലെ നിന്റെ ഭാര്യ ഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം, ആമേൻ, ഇന്ന് വരെ നമ്മളെ നടത്തിയ കൃപയെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾക്ക് അവിടെ വൈകുന്നേരമാണ്, ഞങ്ങൾക്ക് ഇവിടെ രാവിലെയാണ്. സോ അതുകൊണ്ട് പ്രഭാത വന്ദനം പറയുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഉള്ള വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അങ്കിൾ ഓർപ്പിച്ചതുപോലെ ഒരു പൈതലിനെയും കൂടെ, ഒരു പെൺപൈതലിനെയും കൂടെ ദൈവം ദാനമായി നൽകി. ദൈവത്തിന്റെ കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തമിഴ്നാട്ടിലുള്ള കർത്താവിന്റെ വേലയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ നേരിടുന്ന സമയത്തും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ എത്രത്തോളം ദൈവം നടത്തുന്നു, കരുതി ഇനിയും ദൈവം നടത്തും എന്നുള്ള വിശ്വാസം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഓടുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊരു ബലമാണ്. അതോർത്ത് ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് സംസാരിച്ചൊരു ദൈവശബ്ദം. ഞാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം അതിൻ്റെ വിവിധ ഭാഗങ്ങൾ കർത്താവിന്റെ വചനത്തിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നോട് പേഴ്സണലി ദൈവം ഇടപെട്ട ചില ദൈവശബ്ദങ്ങൾ വളരെ ഈ കർത്താവിന്റെ ദാസൻ അനുഭവിച്ച സമയത്തിനുള്ളിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് ഈ സമയത്തെ ചിന്തയ്ക്കായി നമ്മൾ എടുക്കുന്നത് 125 സങ്കീർത്തനം, അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. 125 സങ്കീർത്തനം എല്ലാവർക്കും കാണാതറിയാവുന്ന ഒരു വേദഭാഗമാണ്. 125 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ആരാധനകളിലും ഒക്കെ നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അതുകൊണ്ട് ഞാനത് വായിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ബൈബിൾ ഉണ്ടെങ്കിൽ തുറന്ന് വായിക്കുക, അല്ലാത്തവർ ശ്രദ്ധിച്ചാലും. 125 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം: നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ
അവകാശത്തിന്റെ മേൽ ഇരിക്കയില്ല. ആമേൻ. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്റെ മേൽ ഇരിക്കയില്ല. വിക്കറ്റ് റോഡ്സ്. നമ്മൾ ഇന്ന് പകല് ചിന്തിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. നീതിമാന്മാരുടെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ആമേൻ. ഇതൊരു വാഗ്ദത്തമാണ്. ഞാനൊരു ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ വളരെ വേഗത്തിൽ പ്രസംഗിച്ചു പോകുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് അല്പം ശാന്തമായി നിങ്ങളിലേക്ക് ആ ദൂതൊന്ന് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹവും നിയോഗവും. ഇന്ന് രാവിലെയും ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് ഇത് സംസാരിക്കണമെന്ന് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വേർഡ് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിപ്പാൻ വേറൊരു വചനമൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും എന്നെ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഈ ദൈവശബ്ദം നിങ്ങളുമായി കൈമാറുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ ജീവിതം നമ്മൾ പ്രിയ മാതാവ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെ ഇവിടെയുമായി വല്ലാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പോലെ ദൈവം ഉണ്ടോ എന്നുള്ള ചിന്താഗതികളും എല്ലാം അതിൻ്റെ ആഴമേറിയ ചിന്തകളിലേക്ക് തലമുറകളെയും നമ്മുടെ ജീവിതങ്ങളെയും തള്ളിവിടുന്ന പലവിധമായ പ്രയാസങ്ങൾ നമ്മുടെ ചുറ്റിനും നമ്മൾ കാണുകയാണ്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യൗവന തലമുറകളൊക്കെ പറയുന്നത്, ദേവദാസനെ അല്ലെങ്കിൽ പാസ്റ്ററെ അല്ലെങ്കിൽ അച്ഛാ ബ്രദറെ ദൈവം ഉണ്ടെന്നുള്ളതിന് തെളിവെന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി തലമുറകളെ എൻ്റെ കണ്ണിന് മുമ്പിൽ ഞാൻ കണ്ടു. മറുപടി പറഞ്ഞാലും അവർക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത വിധത്തിൽ പൈശാചിക ശക്തികൾ അവരെ ആധിപത്യം ചെലുത്തി വെച്ചിരിക്കുക. എന്താ കാരണം എന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാർക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നമ്മുടെ തലമുറകളായിരിക്കുന്ന ഇടങ്ങളിൽ ആ മേഖലകളെ കീഴടക്കി വെച്ചിരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്, ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ഇതിനെ ഭേദിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം എപ്പോഴും അനുഗ്രഹിക്കപ്പെടുന്നത്. കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെട്ട് അതിനെ കർത്താവിന്റെ കൃപയാൽ, കർത്താവിന്റെ അഭിഷേകത്താൽ, കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക നിയോഗത്താൽ, പ്രാർത്ഥനയാലും വചനത്താലും അഭിഷേകത്താലും നമ്മൾ ഇതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം, ഒരിക്കലും പരീക്ഷകളില്ലാത്തൊരു ജീവിതം നമ്മുടെ ജീവിതത്തിലില്ല, പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം നമ്മുടെ ജീവിതത്തിലില്ല. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു പരീക്ഷകൾ നമ്മളെ തകർക്കാനല്ല, മറിച്ച് ദൈവത്തിന്റെ നിയോഗത്തിലേക്ക് നമ്മളെ കയറ്റിവിടാനാണ്. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞതാണ്, നാളുകൾക്ക് മുമ്പ് ഞാൻ ശുശ്രൂഷിക്കുന്ന തുടങ്ങി, നിങ്ങളുടെ നടുവിൽ വരാൻ തുടങ്ങിയ സമയങ്ങളിൽ ഞാൻ പറഞ്ഞതാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ ചോദിച്ചില്ല ഈ സ്കൂളിൽ പരീക്ഷ ഉണ്ടോന്ന് ഞാൻ ചോദിച്ചില്ല. പരീക്ഷ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ വിടത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞവരുണ്ടോ ഇതിനകത്ത്? ഇപ്പം ആൻറ്റി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ തുടങ്ങി, അതുകൊണ്ട് ഒരു കുഞ്ഞിനെ ഞാൻ പുതിയ സ്കൂളിലാക്കുക, അതുകൊണ്ട് ആദ്യം ചെന്നിട്ട് ഈ സ്കൂളിൽ പരീക്ഷയുണ്ടോ, പരീക്ഷ ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഈ സ്കൂളിൽ ചേർക്കത്തില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നോ, ഒരിക്കലും ഇല്ല. കാരണം പരീക്ഷ എന്തിനാണെന്നറിയാമോ? കഴിഞ്ഞ ഒരു വർഷം അവൻ പഠിച്ചത് അവൻ്റെ ഹൃദയത്തിനകത്തുണ്ടോ എന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാ, അതറിയാൻ വേണ്ടിയിട്ടാ. ആ പരീക്ഷ ഉണ്ടെങ്കിലേ അവനൊരു റിസൾട്ട് ഉള്ളൂ. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ആ പരീക്ഷ ഉണ്ടെങ്കിലേ ഒരു റിസൾട്ട് ഉള്ളൂ. റിസൾട്ട് ഉണ്ടെങ്കിലേ പ്രൊമോഷൻ ഉള്ളൂ. മനസ്സിലാകുന്നവർ ഒരു ആമേൻ പറഞ്ഞാൽ നന്നായിരിക്കും. ആമേൻ, ആമേൻ. പരീക്ഷ ഉണ്ടെങ്കിലേ റിസൾട്ട് ഉള്ളൂ, റിസൾട്ട് ഉണ്ടെങ്കിലേ പ്രൊമോഷൻ ഉള്ളൂ. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പരീക്ഷകളും, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകല്ലേ. എല്ലാ പരീക്ഷകളും ദൈവം അനുവദിക്കുന്നതല്ല, എല്ലാ പരീക്ഷകളും പിശാച് അനുവദിക്കുന്നതുമല്ല. ആമേൻ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടുന്നത് ഒരു ദൈവിക എന്താ പറയാ, വിവേചനത്തിന്റെ ആത്മാവിനെയാണ്. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ദൈവസന്നിധി മുട്ടുമടക്കണം. ദൈവസന്നിധി മുട്ടുമടക്കി ദൈവത്തോട് ചോദിക്കണം, കർത്താവേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് വന്നത്? ആദ്യം നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യണം. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ദൈവത്തോട് തുറന്നു പറയണം. ഏത് സമയത്തും ആമേൻ, ആമേൻ, ഭയം കൂടാതെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്നത് കൊണ്ട് ആമേൻ, നിങ്ങൾക്ക് ഏത് സമയത്തും അവന്റെ അടുക്കൽ ചെല്ലാം, അവനോട് സംസാരിക്കാം.
നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേലുണ്ട്. സോ നിങ്ങളും ദൈവവുമായിട്ട് ഒരു അപ്പനോട് സംസാരിക്കും. മോശയെ കുറിച്ചൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എഡിസൺ പ്രയർ ഫെലോഷിപ്പ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ദൈവദാസന്മാർ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാർ വന്ന് ശുശ്രൂഷിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അത് എല്ലാ ആഴ്ചകളിലും. ആമേൻ. അതിനിടയിൽ എനിക്ക് ഒരു അവസരം കിട്ടിയത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുക. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഒത്തിരി വചനം കേൾക്കുന്നവരാണല്ലോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അത് ഓർത്ത്. മോശയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? മോശയുടെ കൂടാരവാതിക്കൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിട്ട് സംസാരിച്ചത് എങ്ങനെയാ? ലൈക്ക് എ ഫ്രണ്ട്, ഒരു സുഹൃത്തിനോട്. അങ്ങനല്ലേ? നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ലേ? ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ. അങ്ങനല്ലേ? ആമൻ. ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ. എന്താ അതിനർത്ഥം എന്നറിയാമോ? ആമൻ. നിന്റെ ഏത് വിഷയത്തിന്റെ നടുവിലും അവൻ അവിടെ ഉണ്ട്. അവന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അവന്റെ കൃപ അവിടെ ഉണ്ട്. അതുകൊണ്ട് മോശ പറഞ്ഞു, നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ദൈവമേ എന്നെ അയക്കരുത്. കാരണം മോശക്കറിയാം, ഈ സാന്നിധ്യം ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം സക്സസ് ആകില്ല, എൻ്റെ യാത്ര സക്സസ് ആകില്ല. ദൈവം പറഞ്ഞു ദൂതന്മാരെ വിടാം. മോശ പറഞ്ഞു പറ്റത്തില്ല, നിന്റെ സാന്നിധ്യം, നീ ഞങ്ങളുടെ കൂടെ വേണം. അപ്പം ഏത് സമയത്തും നിങ്ങൾക്ക് അവന്റെ സന്നിധിയിൽ അടുത്തിയെല്ലാം അവനോട് സംസാരിക്കാം, അവനോട് പ്രാർത്ഥിക്കാം. ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത്, കർത്താവേ എന്തുകൊണ്ട് ഇതെന്റെ ജീവിതത്തിൽ വന്നു? എന്നെ ശുദ്ധീകരിക്കണമെങ്കിൽ, എന്റെ കുറവാണെങ്കിൽ അങ്ങയുടെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, പിശാചിന്റെ പ്രവൃത്തിയാണെങ്കിൽ അവനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ടുമാറുമെന്ന് ബൈബിൾ പറയുന്നു. അവനോട് എതിർത്ത് നിൽക്കുക. സോ യേശു കർത്താവ് മരുഭൂമി ചെയ്തത് എന്താ? ഞാൻ വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് ഈ ദൂത് പറയുന്നത്. യേശു കർത്താവ് മരുഭൂമി ചെയ്ത എന്താ? 3 കാര്യങ്ങൾ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞതാ. 1, പ്രാർത്ഥന. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാ. 1, പ്രാർത്ഥന. എന്തിനാ പ്രാർത്ഥന? മറഞ്ഞിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ പുറത്തു കൊണ്ടുവരാനാണ് പ്രാർത്ഥന. യേശു ഉപവാസത്തിൽ ഇരുന്നപ്പോൾ പിശാച് പുറത്തു വന്നു 40ാമത്തെ ദിവസം. 2ാമത് യേശു യൂസ് ചെയ്ത വെപ്പൺ എന്താണെന്നറിയാമോ? വചനം. വചനത്തിന്റെ ശക്തി. വചനം പറഞ്ഞു. 3 പരീക്ഷകൾ യേശു നേരിട്ടത് എങ്ങനെയാ? വചനത്തിന്റെ ശക്തിയാല. വചനം പറഞ്ഞ അവസാനം അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി യൂസ് ചെയ്തു. അപ്പോസ്തല പ്രവൃത്തിയിലാന്ന് തോന്നുന്നു 10ാമത്തെ അധ്യായത്തിലാന്ന് തോന്നുന്നു ഒരു വാക്യമുണ്ട്, നസ്രേന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് യേശു മരുഭൂമി കയറി ഇറങ്ങിയത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞവനായിട്ടാ. എങ്ങനെ ഈ പരിശുദ്ധാത്മാവ് ശക്തിയായിട്ട് രൂപാന്തരപ്പെട്ടെ? അവൻ നേരിട്ട പരീക്ഷകളാണ്. അപ്പൊ ദൈവം അനുവദിക്കുന്ന പരീക്ഷകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. യേശു കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പിശാചിനെ ശാസിച്ചു, സാത്താനേ എന്നെ വിട്ടു പോ. ബൈബിൾ പറയുന്നു, പിന്നെ കുറെ നാളത്തേക്ക് അവൻ അവന്റെ അടുക്കൽ വന്നില്ല. അർത്ഥാൽ നിങ്ങൾ കൽപ്പിച്ചാൽ അവൻ വിട്ടുമാറും. കമോൺ. നിങ്ങൾ കൽപ്പിച്ചാൽ അവന്റെ ശക്തി അടങ്ങും. നിങ്ങൾ കൽപ്പിച്ചാൽ. ഇവിടെ പ്രിയ മാതാവ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വേർഡ് പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗിലെയാദിലെ നല്ല വൈദ്യനായ ദൈവത്തിന്റെ ഔഷധ തൈലം നിന്റെ ശരീരത്തിൽ ഒഴിക്കുവാൻ അവൻ തയ്യാറാണ്. പക്ഷെ ഈ പൈശാചിക മണ്ഡലത്തോട് നിങ്ങൾ കൽപ്പിക്കണം. പിശാച് കൊണ്ടുവന്ന പദ്ധതികളെ നിങ്ങൾ എതിർത്ത് നിൽക്കണം. പക്ഷെ ദൈവം അനുവദിച്ചത് മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, അത് നേരിടാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കണം. Come on. ദൈവം, ആരും എന്നോട് പിണങ്ങല്ലേ ഞാൻ അങ്ങനെ പറയുമ്പോ. ദൈവം അനുവദിച്ചിരിക്കുന്നത് നിന്നെ തകർക്കാനല്ല, കാരണം അവൻ നിന്നെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. ദൈവം അനുവദിച്ചിരിക്കുന്ന പരീക്ഷകൾ നിന്നെ ഒന്നും കൂടെ മൂർച്ചയുള്ളതാക്കി മാറ്റാനാണ്. അർത്ഥാൽ നീ എന്താകണമെന്ന് അപ്പൻ ആഗ്രഹിക്കുന്നു, ആ ആഗ്രഹത്തിലേക്ക് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ചില തീച്ചൂളകൾക്കകത്തൂടെ ദൈവം നിന്നെ കടത്തിവിടും. പക്ഷെ അത് നിന്നെ തകർക്കാൻ. അതുകൊണ്ടല്ലേ 3 എബ്രായ ബാലന്മാരെ കുറിച്ച് പറയുന്നത്, തീച്ചൂളക്കകത്ത് വീണപ്പോൾ അവർ സാധാരണ മനുഷ്യരായിരുന്നു, പക്ഷെ കയറി വന്നപ്പോൾ അവർക്ക് പ്രൊമോഷൻ ആയിരുന്നു, കഷ്ടത അവരുടെ അനുഗ്രഹമായിരുന്നു. അപ്പോൾ എല്ലാം നിങ്ങളെ തകർക്കാനല്ല,
ദൈവം അനുവദിക്കുന്നത് നിങ്ങളെ ഒന്നും കൂടെ ശക്തീകരിക്കാൻ, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ശുശ്രൂഷയുടെ മൂർച്ച കൂട്ടാൻ, നിങ്ങളെ തകർക്കാനല്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ അകത്ത് വരണം. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മുടെ ദേശത്തിൽ നമ്മൾ പാർക്കുന്ന ഇടങ്ങളിൽ ഒരു അന്ധകാര ശക്തിയുടെ വ്യാപാരമുണ്ട്. എന്താ അതിനർത്ഥം എന്നറിയാമോ? ആ ശക്തിക്ക് നിങ്ങൾ വളരുന്നത് ഇഷ്ടമില്ല, നിങ്ങളുടെ തലമുറകൾ വളരുന്നത് ഇഷ്ടമില്ല. ഞാന് ഈ ആത്മീയ ശുശ്രൂഷ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നതിന്റെ കാരണം ഞാൻ തമിഴ്നാട്ടിൽ കർത്താവിന്റെ വേല ചെയ്യുന്നത് കൊണ്ടാണ്. പല അന്ധകാര ശക്തികളുടെയും ആധിപത്യങ്ങൾ കണ്ട് ഓരോ ദേശത്തെ വാഴുന്ന ശക്തികൾ അതിനെ ഭേദിച്ച് മുൻപോട്ട് പോകേണ്ട അവസ്ഥകളൊക്കെ ജീവിതത്തിൽ നേരിടുന്ന സമയത്ത് കർത്താവ് എന്നെ ബലപ്പെടുത്തിയ പല കാര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. പറഞ്ഞു തീർക്കാൻ സമയമില്ല, എങ്കിലും വേഗത്തിൽ ഈ വചനത്തിലേക്ക് ഒന്ന് കയറിക്കോട്ടെ. അപ്പം നമ്മൾ പാർക്കുന്ന ദേശത്തെ ഒരു ശക്തിയുണ്ട്. ആ ശക്തി, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ബലാൽക്കാരികൾ ബലാൽക്കാരേണ എന്ന് പറഞ്ഞാൽ നമ്മൾ ബലമായി പിടിച്ചെടുക്കേണ്ട നന്മകളുണ്ട്, ബലമായി പിടിച്ചെടുക്കേണ്ട അവകാശങ്ങളുണ്ട്. ഹല്ലേലൂയ. ബലമായി, അതുകൊണ്ട് ബലവാനെ പിടിച്ച്, മത്തായിയുടെ സുവിശേഷത്തിൽ ഞാൻ പണ്ട് പ്രസംഗിച്ച നിങ്ങളുടെ നടുവിൽ, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നെടുപ്പാൻ എങ്ങനെ കഴിയും? പിടിച്ചെടുത്താൽ അവന്റെ വീടും കൂടെ കൊള്ളയടിക്കാം. അപ്പം ഒരു ബലവാൻ ഉണ്ടെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യാതെ, അവനെ പിടിച്ചെടുക്കാതെ, ആത്മാവിൽ ഫൈറ്റ് ചെയ്ത്, ആത്മാവിൽ യുദ്ധം ചെയ്ത്, എപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഒരേ രീതിയിലാകല്ല്. നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ, കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ സഭയിൽ ഞാൻ പറഞ്ഞു, എന്നെയും എൻ്റെ ഭാര്യയും, അല്ലെങ്കിൽ എന്നെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുഞ്ഞുങ്ങളെയും മാത്രം അനുഗ്രഹിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന മാറ്റിയിട്ട് ആത്മാവിലൊന്ന് ഫൈറ്റ് ചെയ്ത്, ഞാൻ പറയട്ടെ, നിങ്ങൾ പാർക്കുന്ന ദേശത്ത്, നിങ്ങൾ അവിടെ ആ വീട്ടിൽ താമസിക്കുമ്പോൾ അതിൻ്റെ സറൗണ്ടിങ്ങിൽ, അതിൻ്റെ ചുറ്റുപാടിൽ ഒരു ദുർമരണം നടക്കാൻ പാടില്ല, ഒരു അപകടം നടക്കാൻ പാടില്ല. കാരണം നിങ്ങളെ ദേശത്താക്കി വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിൽ ഫൈറ്റ് ചെയ്യണം. നമ്മുടെ മാത്രം ആവശ്യമല്ല, ദൈവം നിങ്ങളെ ആ ദേശത്താക്കി വെച്ചിരിക്കുന്നതിന് പുറകിൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. നിങ്ങളെ ആ സ്ഥലത്ത് ജോലിക്ക് വിട്ടതിന്റെ പുറകിൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അർഹിക്കാത്തതല്ല ദൈവം നിങ്ങൾക്ക് തന്നെ, എനിക്ക് തന്നത്, നമുക്ക് തന്നത്. നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ, നമ്മളെക്കാൾ ശ്രേഷ്ഠതയുള്ളവർ, നമ്മളെക്കാൾ സൗന്ദര്യമുള്ളവർ, നമ്മളെക്കാൾ കഴിവുള്ളവർ, വിദ്യാഭ്യാസമുള്ളവരൊക്കെ ഉണ്ടായിട്ടും അവരെ മാറ്റി നിർത്തി മുക്കുവനായ പത്രോസിനെ ദൈവം തെരഞ്ഞെടുത്തതുപോലെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് കൊണ്ടല്ലേ ഈ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും വേദനയും കഷ്ടതയും ഭാരവും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം നമ്മളെ ജീവനോടെ നിർത്തിയിരിക്കുന്നവന്റെ വലിയ ദയയല്ലേ. അപ്പൊ ശ്രദ്ധിച്ചേ, ആത്മാവിൽ ചില മേഖലകളെ ഫൈറ്റ് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ നീതി നടപ്പാക്കപ്പെടുമ്പോഴാണ് ഒരു പരാതിക്കാരന് എന്ത് പറയുന്നത്, അവന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത് നീതി നടപ്പാക്കപ്പെടുമ്പോഴാണ്. അപ്പൊ ഒരു പരാതിക്കാരന് നീതി കിട്ടുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകുമെങ്കിൽ നീതി വെളിപ്പെടേണ്ടതിന് പല കാര്യങ്ങളുണ്ട് ബൈബിൾ അടിസ്ഥാനത്തിൽ. പക്ഷെ 4 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വന്നത് വേഗത്തിൽ പറയാം, എല്ലാം പ്രസംഗിക്കത്തില്ല, ഒരു വിഷയം മാത്രം പ്രസംഗിക്കും. നീതി വെളിപ്പെടുന്നതിന് 4 വ്യവസ്ഥകളുണ്ട്. 1 റെസ്റ്റോറേഷൻ. 2 സ്പീഡ്, വേഗത. 3 ഫേവർ, ദൈവത്തിന്റെ ദയ. 4ാമത്തെ വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. 4 വിധി, ജഡ്ജ്മെന്റ് ആണ് ഏറ്റവും വലിയ ജസ്റ്റിസ്. നിങ്ങൾ എന്നെ വല്ലാതെ തുറച്ചു നോക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഹല്ലേലൂയ. ജഡ്ജ്മെന്റ് ആണ് ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ, ഒരുവൻ ഒരു പോലീസിനെയോ കോർട്ടിനെയോ സമീപിച്ചു കഴിഞ്ഞാൽ അവൻ ആ വിഷയത്തിന്റെ നടുവിൽ ഒരു ജഡ്ജ്മെന്റ് വെളിപ്പെടുമ്പോഴാണ് അവന് ജസ്റ്റിസ് കിട്ടുന്നത്, അവന് നീതി കിട്ടുന്നത്. അങ്ങനാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, 430 വർഷം അടിമത്വത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാൻ ദൈവം മോശെ തെരഞ്ഞെടുത്ത് മോശെ അയക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസമാണ്, അതുകൊണ്ട് വേഗത്തിൽ ഞാൻ ആ ദൂതിലേക്ക് ഒന്ന് കയറിക്കോട്ടെ. മോശെ അയക്കുമ്പോൾ ഒരു സമാധാനത്തിന്റെ ശബ്ദമായിട്ടാണ് ദൈവം മോശെ അയക്കുന്നത്. ഒരു സമാധാനത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ദൂതനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് വേഗത്തിൽ പറയട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ കണ്ണുനീര് ദൈവം എന്ത് ചെയ്തു? കണ്ടു. അവരുടെ നിലവിളി ദൈവം എന്ത് ചെയ്തു? കേട്ടു. അതുകൊണ്ട് ഈ ഞാൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ദൂതിലോട്ട് പോകും.
നീ കരയുന്നത് ആരും കണ്ടില്ലെന്ന് നിനക്കൊരു ധാരണയുണ്ട്. ചിലര് പറയും, കർത്താവേ എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. സത്യ, എല്ലാവരും അങ്ങനാ. നമുക്കൊന്നും ആരുമില്ല. ആമേ, നമുക്കൊന്നും ആരുമില്ല. ആകെപ്പാടെ ഉള്ളത് കർത്താവ് മാത്ര. പിന്നെ എൻ്റെ ഒരു ചോദ്യം നിങ്ങളോടുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്, കർത്താവ് കൂടെ ഉണ്ട്, പിന്നെ ആരാ കൂടെ വേണ്ടേ? അവർ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ. ഞാൻ ഈ ഇടയ്ക്ക് മീറ്റിങ്ങിന് എങ്ങാണ്ട് ലോങ് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോയി. അപ്പോൾ വൈഫ് എന്നോട് ചോദിച്ചു, ചാച്ച എങ്ങനെ ഒറ്റയ്ക്ക് പോകും, ഒറ്റയ്ക്ക് ഓടിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നു? ഞാൻ ഇത്രയും നാൾ ഒറ്റയ്ക്കല്ലേ വണ്ടി ഓടിച്ചു, നല്ല ഈ കണ്ടിന്യൂസ് യാത്രയൊക്കെ കഴിഞ്ഞ ക്ഷീണമല്ലേ. ഞാൻ പറഞ്ഞ, എൻ്റെ കുഞ്ഞെ, ആര് കൂടെ ഉണ്ടെങ്കിലും കർത്താവ് വാഹനം നിയന്ത്രിച്ചില്ലെങ്കിൽ, 5 പേര് കൂടെ ഉണ്ടെങ്കിലും 10 പേര് കൂടെ ഉണ്ടെങ്കിലും ഓടിക്കാൻ അറിയാവുന്ന മഹാന്മാര് കൂടെ ഉണ്ടെങ്കിലും നത്തിങ്. ദൈവത്തിന്റെ കൃപയാണ്. അപ്പോ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് വേണ്ട, കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ. നിങ്ങൾ ശ്രദ്ധിച്ചേ, അപ്പം മോശയോട് ദൈവം പറയും, ഇസ്രായേൽ മക്കളുടെ കരച്ചിൽ ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അതുകൊണ്ട് നീ പോ, എനിക്ക് ജനത്തെ വിടുവിപ്പാനുള്ള സമയമാണ്. അപ്പം ഹോരേ പർവ്വതത്തിൽ നിന്ന് നിയോഗം പ്രാപിച്ച മോശ 430 വർഷത്തെ അടിമത്വത്തെ പൊട്ടിക്കാൻ മോശ പുറപ്പെടുമ്പോൾ ദൈവം അവനെ അയച്ചത് ഒരു മെസ്സഞ്ചർ ആയിട്ടാണ്, ഒരു സമാധാനത്തിന്റെ ശബ്ദമായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ദൈവം എന്താണോ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് മോശയോട് പറഞ്ഞിട്ട് മോശ ഫറവോനോട് പോയി പറയാണ്. എന്താ പറഞ്ഞേ? എൻ്റെ ജനത്തെ വിട്ടയക്കണം, എൻ്റെ ജനത്തെ വിട്ടയക്കണം. എന്തിനാ? ദൈവത്തെ ആരാധിക്കാൻ. ദൈവത്തിന് എപ്പോഴും ദൈവത്തെ എനിക്ക് ഈ ആരാധന ഭയങ്കര ഇഷ്ടമാണ്. ഈ നമ്മുടെ ഞാൻ ഉപവാസമൊക്കെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആരാധനയും പ്രാർത്ഥനയാണ്. കാരണം ഉപവാസ പ്രസംഗമല്ലല്ലോ, ഉപവാസ പ്രാർത്ഥനയാണല്ലോ. അതുകൊണ്ട് കൂടുതലും പ്രസംഗങ്ങൾ മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് കരയാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉപയോഗിക്കും. അപ്പം ഈ ദൈവത്തിന് എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന ജനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവരെ ഈ പൈശാചിക ശക്തി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ദൈവത്തിനൊരാഗ്രഹം, എൻ്റെ ജനത്തെ വിട്ടയക്കണം. എന്തിനാ? ദൈവത്തെ ആരാധിക്കാൻ. അതുകൊണ്ട് ദൈവം ഒരു മെസ്സഞ്ചറിന്റെ രൂപത്തിൽ മോശയെ തെരഞ്ഞെടുത്തു. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു വിഷയമുണ്ട്. ഈ ദൈവം മോശയെ ജനിപ്പിച്ചത് അടിമ വീട്ടിലാണെങ്കിലും വളർത്തിയത് കൊട്ടാരത്തിലാണ്. അവന്റെ കൊട്ടാരത്തിൽ വളർത്തി, അവന്റെ അടിമത്വത്തിൽ നിന്ന് വിടിവിപ്പാൻ അവൻ വളർത്തിയവനെ കൊണ്ട് തന്നെ സംസാരിപ്പിച്ചവനാ എൻ്റെ ദൈവം. മനസ്സിലായവരൊരു ആമേൻ പറയണം. ആമേൻ. അപ്പോ മോശയോട് ദൈവം പറഞ്ഞു, നീ പോ, എൻ്റെ ജനത്തിനെ വിട്ടയക്കാൻ, ആരാധിക്കാൻ വിട്ടയക്കാൻ ഫറവോനോട് പറ. ഫറവോന്റെ അടുക്കൽ ചെന്ന് മോശ പറയാണ്, എൻ്റെ ജനത്തെ വിട്ടയക്കണം. എന്തിനാ? ദൈവത്തെ ആരാധിപ്പാൻ, യഹോവയെ ആരാധിപ്പാൻ. ആ വേർഡ് നിങ്ങളൊന്ന് ഹൃദയത്തിൽ കുറിച്ചു വെച്ചോണേ. യഹോവയെ ആരാധിപ്പാൻ, യാഹുവേ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? വിട്ടയക്കണം. ഫറവോൻ ഒറ്റയടിക്ക് പറഞ്ഞ മറുപടി ഉണ്ട്, യഹോവയോ? അങ്ങനൊരു ദൈവം ഉണ്ടോ? അങ്ങനൊരു ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അങ്ങനൊരു ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് നിങ്ങളെ വിട്ടയക്കത്തില്ല. മോശയ്ക്ക് ഭയങ്കര സങ്കടമായി. ബൈബിളിൽ അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നെങ്കിൽ ഞാൻ അങ്ങ് പറയുകയാണ്, നിങ്ങൾക്ക് നമ്മളൊരു ഒരുമിച്ചാണല്ലോ ശുശ്രൂഷിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോവാ. നിങ്ങൾ ശ്രദ്ധിച്ചോ, മോശ എന്ന ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നിന്നെ അറിയത്തില്ലെന്ന് അവൻ പറഞ്ഞേ. എനിക്ക് ഭയങ്കര വിഷമായി. നിന്റെ നാമത്തിലാണ് ഞാൻ ചെന്ന് പറഞ്ഞേ, സമാധാന ശബ്ദമായിട്ട്. നിങ്ങളത് ശ്രദ്ധിക്കണം. ഒരു 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 കഠിനമേറിയ ഭാഷയിലൊന്നും ആയിരിക്കത്തില്ല മോശ എന്ന് സംസാരിച്ച. വളരെ സമാധാനമായിട്ട്, സമാധാനത്തിന്റെ ദൂതുമായിട്ടാണ് ചെന്നത്. പക്ഷേ ആ സമാധാനത്തിന്റെ ശബ്ദം കേൾക്കാൻ ഫറവോൻ എന്ത് ചെയ്തില്ല? തയ്യാറായില്ല. ഫറവോൻ പറഞ്ഞു, എനിക്ക് ദൈവത്തെ അറിയത്തില്ല, യഹോവ എന്ന ദൈവത്തെ എനിക്ക് അറിയില്ല, അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? മോശ എന്ന ദൈവത്തിന്റെ സന്നിധി കരഞ്ഞപ്പോ മോശയോട് ദൈവം പറഞ്ഞു, മോശെ, ഫറവോൻ അങ്ങനെ പറഞ്ഞോ? നീ വിഷമിക്കണ്ട കുഞ്ഞെ, അവൻ എന്നെ അറിയില്ല. പണ്ടൊരു ദേവദാസൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞ ഒരു ചിന്ത എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഇത് എന്റെ ചിന്തയല്ല, ആ ദേവദാസൻ പറഞ്ഞ ചിന്തയാ. ആമേൻ. മോശയോട് ദൈവം പറഞ്ഞു, എന്നെ അറിയത്തില്ലെന്ന് അവൻ പറഞ്ഞു. നീ വിഷമിക്കണ്ട, സത്യ, അവൻ എന്നെ അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവൻ പണ്ടേ നിങ്ങളെ വിട്ടേനെ. മനസ്സിലായ ഒരു രാമ്യം പറഞ്ഞേ, ഞാൻ ആരാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ പണ്ടേ നിങ്ങളെ എന്ത് ചെയ്തേനെ? വിട്ടേനെ. ഇനി ഞാൻ ആരാന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ.
ഞാൻ ആരാന്ന് നീ ശ്രദ്ധിച്ചോണേ. നീ ആരാധിക്കുന്ന ദൈവം, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം, ആമേൻ, അങ്കിളെ, ആന്റി, ബ്രദറെ, സിസ്റ്ററെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ജീവനുള്ളവനാണോ? ഇങ്ങനൊരു ദൈവം ഉണ്ടോ? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ആരാധിക്കണമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒറ്റ മറുപടിയെ പറയാനുള്ളൂ: നിന്റെ ദൈവത്തെ അവർക്ക് അറിയില്ല, അതിൻ്റെ സ്നേഹം അവർക്കറിയില്ല, അതിൻ്റെ മാധുര്യം അവർക്കറിയില്ല. ഒരു പാട്ടുണ്ടല്ലോ, അവൻ നിൻ സ്നേഹം എത്ര മാധുര്യം, തേനിനേക്കാളും, തേൻ കട്ടയേക്കാളും എന്ന് പറഞ്ഞാൽ അതിൻ്റെ രുചി, അതിൻ്റെ സ്നേഹം, അതിൻ്റെ ആഴം വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. അത് നീയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. ഇന്ന് അങ്ങനെ ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗം നിന്നോട് പറയുന്ന ഒരു ദൂതാണ്: ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു സമയം നിന്റെ മുമ്പിലുണ്ട്. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന റമാന ഹംഷൻ പ്രൗഢപാരകക്ഷനാദിയാരക. ഇന്ന് പകൽ ആരോടൊക്കെയോ ഞാൻ പ്രവചനാത്മാവിൽ ദൂത് പറയുകയാണ്: നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന്, നീ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന്, നീ പ്രാർത്ഥിക്കുന്ന ദൈവം ആരാണെന്ന് വെളിപ്പെടുന്ന ഒരു സമയം നിന്റെ മുമ്പിലുണ്ട്. കാത്തിരിക്കുന്ന നിന്റെ കാത്തിരിപ്പ് വൃഥാവാകില്ല. ആമേൻ. മോശയോട് ദൈവം പറഞ്ഞു: നീ പേടിക്കണ്ട, ഞാൻ ആരാണെന്ന് അവൻ അറിയില്ല, ഞാൻ ആരാണെന്ന് വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട, എന്റെ കരം വെളിപ്പെട്ടോളും. ഭുജബലത്താൽ അല്ലാതെ, ഒരു കരത്തിന്റെ ശക്തിയാൽ അല്ലാതെ മോശയെ നിങ്ങളെ അവർ വിട്ടയക്കത്തില്ല. അതുകൊണ്ട് എന്റെ കരം ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാണ്, എന്റെ കരം ഞാൻ വെളിപ്പെടുത്താൻ പോവാ. ദൈവം അധികം നാളൊന്നും മൗനമായി ഇരിക്കില്ലെന്നേ. നിങ്ങളുണ്ടോ എൻ്റെ കൂടെ? നിന്റെ വിഷയത്തിന്റെ നടുവിൽ അല്പകാലം ഞാൻ ഈ 2 ദിവസമായിട്ട് ഒരു മെസ്സേജ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് ഇന്നലെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പം പെട്ടെന്നൊരു പാട്ട് വന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, മേരി ഡിഡ് യു നോ എന്നും പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് സോങ് ഉണ്ട്, മേരി ഡിഡ് യു നോ. ഞാൻ ഇന്നലെ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്തൊന്ന് കുറെ ദൂതുകൾ എന്നോട് ദൈവം സംസാരിച്ചു. ഈ ഡിലേസിനെ കുറിച്ച് ഞാനിങ്ങനെ ഒരു ദൂത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 2 ദിവസമായിട്ട്. എൻ്റെ അകത്ത് അതിങ്ങനെ ഭയങ്കരമായിട്ട് തിളച്ചുകൊണ്ടിരിക്കുക അടുത്ത ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. അന്നേരം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചൊരു വേർഡാണ്: നിന്റെ വഴിയല്ല എൻ്റെ വഴി, നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം, എൻ്റെ വഴികൾ നിന്റെ വഴികൾക്ക് മീതെയും എൻ്റെ വിചാരം നിന്റെ വിചാരങ്ങൾക്ക് മീതെയും ഉയർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിന്റെ സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരങ്ങളിൽ താന്നിരിപ്പിൻ. റൈറ്റ് ടൈം, അപ്പോയിന്റഡ് ടൈം. അത് നിന്റെ സമയമല്ല. നമ്മുടെ കുഴപ്പം എന്താണെന്ന് അറിയാം, നമ്മൾ ഒരു ടൈം വെക്കും. കർത്താവ് ഇപ്പൊ പ്രവർത്തിക്കണം, ഈ സമയത്ത് പ്രവർത്തിക്കണം, ഇന്നത് ചെയ്യണം. ഇന്നലെ ഒരു കുഞ്ഞെന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. വച്ചാ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്, ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു വിഷയമാണ്. പക്ഷെ ഞാൻ അതിൽ നിന്ന് വ്യതിചരിച്ച് വേറൊരു പ്രപ്പോസലിൽ പോയി. ഇപ്പം ആകെ കൺഫ്യൂഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ, നിന്നോട് ദൈവം സംസാരിച്ച വാക്കിൽ നീ ഉറച്ചു നിൽക്ക്. ദൈവത്തിന്റെ ടൈമിന് വേണ്ടി നീ കാത്തിരിക്കുക. എന്തിനാ ധൃതി വെക്കുന്നേ? ദൈവത്തിനൊരു സമയമുണ്ടല്ലോ, അപ്പോയിന്റഡ് ടൈം ഉണ്ടല്ലോ. ഹബക്കൂക്കിനോട് ദൈവം പറഞ്ഞു തന്നെ, നിന്റെ ദർശനത്തിന് ഞാൻ ഒരു അവധി വെച്ചിരിക്കുകയാണ്, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. വൈകത്തില്ല, വൈകിയാലും കാത്തിരിക്കുക, അത് നിന്റെ കരങ്ങളിൽ വന്നു ചേരും. മാറിപ്പോകത്തില്ല കുഞ്ഞെ. നിന്റെ വാക്തത്വങ്ങളൊന്നും വഴിയിൽ തങ്ങിക്കിടക്കാൻ, ട്രാഫിക് ബ്ലോക്ക് പോലെ ലേറ്റ് ആകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. നിന്റെ കരത്തിൽ അത് വന്നു ചേരും റൈറ്റ് ടൈമിൽ. പക്ഷെ ആ റൈറ്റ് ടൈം നമ്മുടെ സമയമല്ല, ദൈവത്തിന്റെ സമയമാണ്. ആമേൻ. ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈമാണ്. 430 വർഷത്തെ അടിമത്തത്തെ പൊട്ടിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം കാത്തിരുന്നു ഒരു സമയത്തിന് വേണ്ടി, മോശെ പോലെ ഒരു ലീഡർഷിപ്പ് വരാൻ വേണ്ടി. ആമേൻ. സോ ദൈവം പറഞ്ഞു, എൻ്റെ സമയം വെളിപ്പെടാൻ പോവാ, എൻ്റെ കരം പ്രവർത്തിക്കാൻ പോവാ. ഇന്ന് രാത്രിയിൽ തുറന്ന മനസ്സോടെ എഡിസൺ പ്രയർ ഫെലോഷിപ്പിലുള്ള എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ അപ്പനെ പോലെ, എൻ്റെ അമ്മയെ പോലെ, എൻ്റെ സഹോദരങ്ങളെ പോലെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഒരു മകൻ്റെ, നിങ്ങളുടെ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ തുറന്ന മനസ്സോടെ പറയട്ടെ, നിങ്ങളുടെ പുറപ്പാടിന്റെ സമയം അടുത്തു കഴിഞ്ഞു. ആമേൻ. നിങ്ങളുടെ വിടുതലിന്റെ സമയം അടുത്തു കഴിഞ്ഞു. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണെന്ന് ഇന്ന് രാവിലെ ഞാൻ ദൂതായി പറഞ്ഞാൽ എത്ര പേർ അതിന് ആമേൻ പറയുമെന്ന് എനിക്കറിയില്ല. ദൈവം ആരും പ്രവർത്തിച്ചില്ലെങ്കിലും അവന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. അവന്റെ ശബ്ദം നിനക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കും. ആമേൻ.
റാം ഷാസ്ബാന ഹർത്താന ജനഗഡഗസി. ശ്രദ്ധിച്ചോ, മോശയോട് ദൈവം പറഞ്ഞു, എന്റെ കരം ഞാൻ വെളിപ്പെടുത്താൻ പോവാ. അധികം നാളൊന്നും ഇനി നിങ്ങളെ പീഡിപ്പിക്കാൻ, ഈ കഷ്ടതയിൽ അധികം നാൾ കിടക്കാൻ ദൈവം അനുവദിക്കില്ലെന്നേ. കരയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോണം, അധികം നാളൊന്നും ഈ വേദനയും കിടക്കാൻ ദൈവം അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ പെട്ടെന്ന് അങ്ങ് കർത്താവിന്റെ സന്നിധിയിലോട്ട് പോകുന്നൊന്നുമല്ല. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. കർത്താവ് വെച്ചിരിക്കുന്ന ഒരു സമയം അനുവദിക്കാതെ ഒരു ശക്തിക്കും നിങ്ങളുടെ യാത്രയെ തടയാൻ, നിങ്ങളുടെ ശുശ്രൂഷയെ തടയാൻ, നിങ്ങളുടെ ജീവനെ തൊടാൻ അനുവദിക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഹിസ്കിയാവിനെ പോലെ പ്രാർത്ഥിക്കണം. കർത്താവേ എന്നെ ഓർക്കണം. ഒറ്റ പ്രാർത്ഥനയല്ലേ ജീവിതത്തോട് 15 വർഷം കൂടെ കൂട്ടിക്കൊടുത്തു ദൈവം. പ്രവചിച്ച പ്രവാചകൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ സ്വർഗം പറഞ്ഞു, തിരിച്ചുപോയി പറ അവന്റെ മരണദൂതം മാറിയിട്ട് അടുത്ത ഒരു 15 വർഷത്തോടെ അവന്റെ ലൈഫിലോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്ത് പവറാന്ന് ആലോചിച്ചോണം. ഞാൻ അതിലേക്കൊക്കെ പോയാൽ വേറെ ദൂതിലേക്ക് പോകും, വേറെ തിരിച്ചു വരട്ടെ. ശ്രദ്ധിച്ചു. അപ്പൊ മോശ ദൈവസ്ഥ ദൈവം പറഞ്ഞു, എന്റെ കരം വെളിപ്പെടാൻ പോവാ, നീ പേടിക്കണ്ട. 10 ബാധകൾ അയച്ചു. ഞാൻ ഓടിച്ചങ്ങ് പോവുകയാണേ, എനിക്ക് കാരണം അത് മൊത്തം നിങ്ങളോട് വിശദീകരിക്കാൻ സമയമില്ല. 10 ബാധകൾ അയച്ചു. 10 ബാധകൾ. ആമേൻ. ഞാനത് മൊത്തം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഈ ജനത്തെ വിട്ടയക്കാത്തത് കൊണ്ട് അവന്റെ ആധിപത്യത്തിൽ നിന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ 10 ബാധകൾ ദൈവം അയക്കാൻ കാരണം എന്നാണെന്നറിയാമോ? ഈ ഫറവോൻ അനുസരിക്കാത്തത് കൊണ്ടാണ്. ഉണ്ടോ എല്ലാവരും? സന്തോഷമാണോ നിങ്ങൾക്ക്? ഫറവോൻ അനുസരിക്കാത്തത് കൊണ്ടാണ്. ആമേൻ. നിങ്ങളുടെ ചിരിച്ച മുഖം കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. നിങ്ങൾ കരയുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ എപ്പോഴും പറയും, ഞങ്ങളുടെ വിശ്വാസികൾ ഇച്ചിരി മുല്ലപ്പൂ ഒക്കെ വെക്കും, കുപ്പിവളയൊക്കെ ഇടുമെങ്കിലും ചിരിച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ. പാവപ്പെട്ടവരെ, വിദ്യാഭ്യാസം ഒന്നുമില്ല, 6ാം ക്ലാസ് ഒക്കെയാണ് ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെ. അപ്പം അടുത്ത ആഴ്ച ഞാൻ വീണ്ടും പോവാ തമിഴ്നാട്ടിലേക്ക്. അപ്പം ഇവരിങ്ങനെ ഈ ചിരിച്ചോണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പൊ ഈ 10-16 വർഷമായിട്ട് ഇവരുടെ ഈ ചിരിച്ച മുഖം കണ്ടിട്ട് ഈ ദുഃഖത്തോടെ ഇരിക്കുന്ന മുഖം ഇതിനകത്തില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി, എനിക്ക് ഒത്തിരി സന്തോഷം. അതുകൊണ്ട് ഞാൻ എവിടെ പ്രസംഗിക്കാൻ പോയാലും പറയും, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലേലും കുഴപ്പമില്ല, അല്ലേലിയ പറഞ്ഞില്ലേലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് ചിരിച്ചാട്ടെ. നിങ്ങളുടെ ആ ചിരിച്ച മുഖം ഒന്ന്, കാരണം കർത്താവിന്റെ സന്നിധിയിലല്ലേ സന്തോഷിപ്പ്. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ യു റിജോയ്സ്. കർത്താവിൽ സന്തോഷിപ്പാൻ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ല ബൈബിൾ പറഞ്ഞു. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. കർത്താവിന്റെ സന്ധിയിലെ സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളൂ. സന്തോഷിക്കാനേ വകയുള്ളൂ. ആമേൻ, ആമേൻ. അപ്പം നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറും. ശ്രദ്ധിച്ചോണേ, ഈ പിശാചിന് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്. അവന്റെ അടിമത്വത്തിൽ നിന്ന് ആരും വിട്ടുപോകുന്ന അവന് ഇഷ്ടമല്ല. പണ്ട് PG വർഗീസ് അങ്കിള് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വേട, PG അങ്കിള് പറഞ്ഞൊരു വേട നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. PG അങ്കിളിന്റെ ദൂതകൾ ഭയങ്കര രസകരമായി അദ്ദേഹം അവതരിപ്പിച്ച ഒരു ദൂത. പണ്ട് നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. നിങ്ങൾ എന്നെ കേൾക്കണേ, പണ്ട് കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. ആ കമ്പനിയുടെ പേര് സാത്താന്റെ കമ്പനി എന്നാ. സാത്താന്റെ കമ്പനിയിലെ ജോലിക്കാരായിരുന്നു നമ്മൾ. അപ്പൊ നമ്മൾ അധ്വാനിച്ച് സാത്താന്റെ കമ്പനിക്ക് ഒത്തിരി ലാഭം ഉണ്ടാക്കി കൊടുത്തു അല്ലേ? നിങ്ങൾ ജോലി ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ? നിങ്ങൾക്ക് ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ജോലി ചെയ്യുന്നത്. നിങ്ങൾക്ക് അവർ ശമ്പളം തരുന്നുണ്ടെങ്കിൽ ആ ശമ്പളം കൊണ്ട് അവർക്ക് നേട്ടം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ശമ്പളം തരുമോ? അയ്യോ, നിങ്ങൾ എന്താ എന്നെ തുറിച്ചു നോക്കുന്നേ? ആമേ. ഈ ഇടയ്ക്ക് ഏതൊരു കുഞ്ഞെൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് ശമ്പളം തരാൻ വേണ്ടി അങ്ങനെ ഒരു കമ്പനി അവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നോ, നിനക്ക് ശമ്പളം തരുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി അവർക്ക് നന്മയുള്ളത് കൊണ്ട്, അവർക്ക് അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്, അവർക്ക് ലാഭം ഉള്ളത് കൊണ്ടാണ് നിനക്ക് ശമ്പളം കിട്ടുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പൊ ഈ കമ്പനിയിലായിരുന്നു നമ്മൾ ജോയിൻ ചെയ്തിരുന്നത്. ഏത് കമ്പനിയാ? സാത്താന്റെ കമ്പനി. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യേണ്ട, എന്നാലും നിങ്ങളുടെ ചുണ്ട് അനങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ പറയുന്നതെന്ന്. ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ സാത്താന്റെ കമ്പനിയിലായിരുന്നു നമ്മൾ ജോലി ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ച് സാത്താന്റെ കമ്പനിക്ക് നല്ല ലാഭമായിരുന്നു. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടി, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിനെ അറിഞ്ഞു, കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞു. അപ്പോൾ ഈ സാത്താന്റെ കമ്പനി വിട്ട്, ഇന്ന് ആരെങ്കിലും ഒക്കെ സാത്താന്റെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ ഇന്ന് റിസൈൻ ചെയ്തോണം കേട്ടോ. കർത്താവിന്റെ കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യാനുള്ള നല്ലൊരു ഓഫർ ലെറ്ററുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് പറയാനായിട്ട് ഇത്രയും കയറി വന്നേ. ആ ഓഫർ ലെറ്റർ വാങ്ങിച്ചിട്ട് അപ്പോയിന്റഡ് ടൈമിന് വേണ്ടി, അതിനുവേണ്ടി കാത്തിരിക്കേണ്ട. അത് എപ്പോഴും അപ്പോയിന്റഡ് ടൈമാണ്. അതുകൊണ്ട് എപ്പോൾ വേണേലും മുട്ടുമടക്കിയിട്ട് കർത്താവെ ഈ കമ്പനിയിലോട്ട് എന്നെ കയറ്റണേ, ആ കമ്പനി എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് ഹൃദയം തുറന്നൊന്ന് വിളിച്ചാൽ അപ്പം അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിനക്ക് കിട്ടും. അപ്പം തന്നെ ജോയിൻ ചെയ്യാം.
മറ്റേ ഡിലേ ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ വരിക. അപ്പൊ ശ്രദ്ധിച്ചോണം. അപ്പൊ കർത്താവിനെ അറിഞ്ഞ് എപ്പോൾ മുതൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് വേറൊരു കമ്പനിയിലോട്ട് ജോയിൻ ചെയ്തു. ആ കമ്പനിയുടെ പേര് കർത്താവിന്റെ കമ്പനിയാണ്. അപ്പൊ ഇത് എന്റെ ഭാഷയല്ല കേട്ടോ, ബിജെങ്ങളുടെ ഭാഷയാണ്. അപ്പൊ കർത്താവിന്റെ കമ്പനി നിങ്ങൾ ജോയിൻ ചെയ്തു. ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് പ്രശ്നം ആരംഭിച്ചു. കാരണം എന്നാണെന്നറിയാം, കർത്താവിന്റെ കമ്പനി ജോയിൻ ചെയ്തുകൊണ്ടല്ല, നിങ്ങള് പിശാചിന് നിങ്ങളെ കൊണ്ട് നല്ല ലാഭമായിരുന്നു. ആമേൻ. അത് പറഞ്ഞപ്പോ ആരണ്ടൊക്കെ എന്നെ തുറിച്ചു നോക്കുന്നു. പിശാചിന്റെ കമ്പനിക്ക് നിങ്ങളെ കൊണ്ട് നല്ല ലാഭമായിരുന്നു. നിങ്ങൾ നല്ലതായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവന്റെ കമ്പനിയിൽ. അതുകൊണ്ട് പിശാചിന് ഇപ്പോ നമ്മൾ മാറിയപ്പോ മുതൽ അവന് ഭയങ്കര സങ്കടമായി. അവന്റെ കമ്പനിയുടെ ലാഭവിഹിതം കുറഞ്ഞു, അവന് നന്മകൾ കുറഞ്ഞു. അപ്പൊ അവൻ ഒറ്റ ആഗ്രഹം, എങ്ങനെയെങ്കിലും നിന്നെ തിരിച്ച് ഈ കമ്പനിയിലോട്ട് എന്ത് ചെയ്യണം. അതിന്റെ പേരാണ് പെന്തക്കോസ്തുകാരായ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിശ്വാസികളായ നമ്മൾ പറയുന്നത് പോരാട്ടം, ബന്ധനം, പ്രശ്നങ്ങൾ. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. എന്താ? നീ തിരിച്ചങ്ങോട്ട് ചെല്ലണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നമ്മള് ഈ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലോട്ട് ജോയിൻ ചെയ്തു. ഇനി എൻ്റെ അടുത്തൊരു വല്ലാത്തൊരു ചോദ്യം കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾ സാത്താന്റെ കമ്പനിക്ക് നല്ല ലാഭം ഉണ്ടാക്കിയത് കൊണ്ടാണ് സാത്താൻ വീണ്ടും നിങ്ങളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് ചെല്ലാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇപ്പൊ സേഫ് സോണിലാണ്, കർത്താവിന്റെ കമ്പനിയിലാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ എന്തുമാത്രം ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ആമേൻ. ഇവിടെ നിങ്ങളെ കൊണ്ട് ഈ കർത്താവിന്റെ രാജ്യത്തിന് എന്തുമാത്രം ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൂടെ ഉള്ളവനോട് യേശു നല്ലവനാണെന്നൊന്ന് പറയാൻ കഴിയുമെങ്കിൽ, ഇനി ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞില്ലേലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് ജീവിച്ച് കാണിച്ചാൽ മതി. അതൊരു സാക്ഷിയാ. നിങ്ങളുടെ ജീവിതം വലിയൊരു സാക്ഷ്യമാണ്. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് ഒന്ന് വന്നോട്ടെ. അപ്പോ ഈ ഫറവോൻ വിട്ടയക്കാത്തതുകൊണ്ട് ദൈവം പറഞ്ഞു, എന്റെ കാര്യം ഞാൻ വെളിപ്പെടുത്താൻ പോവാ, നീ പേടിക്കണ്ട, ഞാൻ പ്രവർത്തിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതാ പറഞ്ഞു വന്നേ, ഈ പിശാചിന്റെ ആധിപത്യത്തിൽ കിടക്കുന്നത് അവൻ എന്നും ഇഷ്ടമാണ്. നിങ്ങൾ നന്മ പ്രാപിക്കുന്നവൻ ഇഷ്ടമല്ല. നിങ്ങൾ അവന്റെ അടിമത്വത്തിൽ കിടക്കണം. കാരണം ഇവന് ഞാൻ കുറച്ചും കൂടെ ആഴമായി നിങ്ങൾ ആ ബൈബിളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ കാണാമേ. ഫറവോൻ ഊഴിയ വിചാരകന്മാരോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? റോ മെറ്റീരിയൽസ് കൊടുക്കല്. ഇഷ്ടിക ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യല്? കൊടുക്കല്. പക്ഷെ ഇഷ്ടിക ഉണ്ടാക്കി റിസൾട്ട് കിട്ടണം. എങ്ങനെ ഇത് സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഫറവോൻ പറയാ, അതൊന്നും എനിക്കറിയത്തില്ല, റോ മെറ്റീരിയൽസ് തരത്തില്ല, പക്ഷെ റിസൾട്ട് വേണം. ഇതാണ് പൈശാചിക പീഡനം എന്ന് പറയുന്നത്. അവിടെയാണ് ദൈവം ഇസ്രായേൽ മക്കളുടെ കണ്ണുനീരെന്ത് ചെയ്യുന്നേ. പുറപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. ജനത്തെ പീഡിപ്പിക്കും തോറും ജനം വർദ്ധിച്ചു വന്നു, പെരുകി വന്നു. എന്താ? ജനത്തെ പീഡിപ്പിക്കുക, അവർ വർദ്ധിക്കാതിരിക്കാൻ അവർ ഞെരുക്കുക. പക്ഷെ അതിനപ്പുറത്തും ദൈവം എത്ര പിശാച് ഞെരുക്കിയാലും നിന്റെ വർധനവ് ദൈവത്താലാണെങ്കിൽ അത് നടന്നിരിക്കും. ഒരാമയും പറയണോ അതിന്? അപ്പൊ ശ്രദ്ധിച്ചോണം, ഈ ഇസ്രായേൽ ജനത്തെ പിശാച് പീഡിപ്പിക്കാൻ ഞെരുക്കി വെച്ചിരിക്കുക. അവന്റെ ആധിപത്യത്തിൽ നിന്ന് പുറത്തു പോകുന്നത് പിശാചിന് ഇഷ്ടമല്ല. അവന്റെ കരവലയത്തിനകത്തുള്ള. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇനി ഞാൻ എന്റെ ബാധ അയക്കാൻ പോവാ. 10 ബാധകൾ അയച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഓരോന്നോരോന്നായി 9 ബാധകൾ അയച്ചിട്ടും ഫറവോൻ വിട്ടയച്ചില്ല. വിട്ടയച്ചോ? നോ, ഫറവോൻ വിട്ടയച്ചില്ല. അവസാനം 10-ാമത്തെ ബാധ അയക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു, ഇനി നീ മിണ്ടണ്ട മോശെ, ഇനി എന്റെ പ്രവൃത്തി ഞാൻ ആരംഭിക്കാൻ പോവാ. എനിക്ക് അവിടെ ഒരു 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 ദൂത് കിടക്കുന്നു. ഈ പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് അത് വായിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നോക്കിക്കോണം, ഇല്ലെങ്കിൽ നിങ്ങളത് ചിന്തിച്ചാൽ മതി. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് കിടപ്പുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു വേർഡാ. ഞാൻ അബ്രഹാമിനും, എക്സോഡസ് ചാപ്റ്റർ 6:3, പുറപ്പാട് 6:3, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. സർവശക്തിയുള്ള ദൈവമായിട്ട് and I appeared unto Abraham, unto Isaac and unto Jacob by the name of God Almighty എന്ന് പറഞ്ഞാൽ എൽ ഷദ്ദായി ആയിട്ടാണ് അബ്രഹാമിനും
ഇസഹാക്കിനും യാക്കോബിനും ഞാൻ വെളിപ്പെട്ടത് എൽഷദായി ആയിട്ടാണ്, സർവശക്തിയുള്ള ദൈവമായിട്ടാണ്. അടുത്ത വേർഡ് നിങ്ങൾ വായിക്കണേ. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഞാൻ ഇതുവരെ അവർക്ക് വേണ്ടി വെളിപ്പെട്ടത് സർവശക്തിയുള്ള ദൈവമായിട്ടാണ്, എൽഷദായി ആയിട്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 17-ാം അധ്യായം, 35-ാമത്തെ അധ്യായം, 48-ാമത്തെ അധ്യായത്തിലൊക്കെ ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വേണ്ടി വെളിപ്പെട്ടത് സർവശക്തി എൽഷദായി ആയിട്ടാണ്. പക്ഷെ ഞാൻ യഹോവ എന്ന നാമത്തിൽ അവർക്ക് വേണ്ടി വെളിപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ യഹോവ എന്ന നാമം അവർക്ക് അറിയില്ലെന്നല്ല അതിന്റെ അർത്ഥം. യഹോവ എന്ന നാമത്തെ കുറിച്ച് അവർക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ യഹോവ ഈര് എന്നൊക്കെ അബ്രഹാം പറഞ്ഞത്, ദൈവം കരുതിക്കൊള്ളും, ആമേൻ, ജഹോവ ജൈറ എന്നൊക്കെ അബ്രഹാം പറഞ്ഞത് യഹോവ എന്ന നാമത്തെ കുറിച്ച് അവർക്കറിയാം. പക്ഷെ അതിന്റെ ശക്തി അവർക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല. അത് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത് എവിടാണ്? നിങ്ങളുടെ നടുവിലാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ പറയാതെ പോയാൽ ശരിയാകത്തില്ല. നിന്റെ പിതാക്കന്മാർക്ക് വെളിപ്പെട്ടതുപോലെ അല്ല ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞു. നിന്റെ പിതാക്കന്മാർ ഈ ദൈവത്തെ കണ്ടതാണ്, ആ ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞതാണ്, അത് സത്യമാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറമായി കുറച്ചും കൂടെ ഒരളവിൽ ഞാൻ നിനക്ക് വേണ്ടി, ഒരേ ദൈവമാണ്, പക്ഷെ നിന്റെ പിതാക്കന്മാർക്ക് വെളിപ്പെട്ടത് സർവശക്തിയുള്ള ദൈവമായിട്ടാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നത് യാഹുവേ ആയിട്ടാണ്, യഹോവ എന്ന നാമത്തിലാണ്. എങ്കിൽ മാത്രമേ ഈ ബന്ധനത്തെ പൊട്ടിച്ച് നിനക്ക് ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഇന്നലകളിൽ വെളിപ്പെട്ടതുപോലെ അല്ല ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നത്. ആമേൻ. നിന്റെ പിതാക്കന്മാർക്ക് വെളിപ്പെട്ടതുപോലെ അല്ല ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നത്. ഞാൻ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നത് ഈ യഹോവ എന്ന നാമത്തിലാണ്, യാഹുവേ എന്ന നാമത്തിലാണ്. എന്താ നാമത്തിന്റെ ശക്തി എന്നറിയാവോ? ഞാനാകുന്നവൻ. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഈ നാമത്തിന്റെ ശക്തിയെ കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വിശ്വസിച്ചോ. ഈ നാമത്തിന്റെ ശക്തി എവിടെ വെളിപ്പെടുമോ അവിടെ ബന്ധനങ്ങൾ അഴിയും, അവിടെ കെട്ടുകൾ അഴിയും, അവിടെ അടിമത്വങ്ങൾ പൊട്ടും. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇന്ന് ഈ സമയം പ്രാർത്ഥിച്ചോ. നിന്റെ തലമുറയെ ബന്ധിച്ച ബന്ധനങ്ങൾ, നിന്റെ കൂടാരത്തെ ബന്ധിച്ച ബന്ധനങ്ങൾ, നിന്റെ നന്മകളെ ബന്ധിച്ച ബന്ധനങ്ങൾ, നിന്റെ പുറപ്പാടുകളെ ബന്ധിച്ച ബന്ധനങ്ങൾ, നിന്റെ അനുഗ്രഹങ്ങളെ തടഞ്ഞ ശക്തികൾ, ഇന്ന് നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തിയുള്ള ദൈവമായിട്ട് ഇന്നലകളിൽ വെളിപ്പെട്ട ദൈവം ഇന്ന് പകൽ യാഹുവേ ആയിട്ട് നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാണ്. അവന്റെ കൃപ നിന്റെ മേൽ ചലിക്കാൻ പോകുകയാണ്. ഇനി അതിന്റെ ഒരു നല്ല ദൂതും കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ആമേൻ. ഈ ഫറവോൻ ഇസ്രായേൽ മക്കളെ വിടാതിരിക്കാൻ കുറഞ്ഞത് 3-4 കാര്യങ്ങളെങ്കിലും അവകാശം പറഞ്ഞിട്ടുണ്ട്. ഞാനത് നേരത്തെ നിങ്ങളോട് പറഞ്ഞതാ. എന്തിനാ ദൂരെ പോകുന്നേ? ഇവിടെ ആരാധിക്കാൻ മേലെ, ഇവിടെ അതിനുള്ള ഫെസിലിറ്റികളൊക്കെ ഞങ്ങൾ ഒരുക്കി തരാം. 2, നിങ്ങൾ പൊക്കോ, ഭാര്യമാരും മക്കളും എല്ലാം ഇവിടെ ഇരിക്കട്ടെ. പിന്നെ പറഞ്ഞു നിങ്ങളുടെ സമ്പത്ത് ഇവിടെ ഇരിക്കട്ടെ. ഇതിനെല്ലാം മോശയ്ക്ക് ഒറ്റ മറുപടി ഉള്ളൂ, ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ ഞങ്ങൾക്കൊരു പുറപ്പാടുണ്ടെങ്കിൽ. ജോഷുവ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ. ഈ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം കേട്ടോ. അടിവേരോടെ ദൈവം അതിനെ പൊളിച്ചെടുക്കണം. എന്താ കാരണം? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ. ഇത് പിശാചിന്റെ വലിയൊരു തന്ത്രം. നമ്മൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ എത്ര നാൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നുവോ അവരെല്ലാം അവിടെയല്ലേ, നമ്മളും കൂടെ അങ്ങോട്ട് പറയണം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കുടുംബത്തിന്റെ ബന്ധനങ്ങൾ എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു നിയോഗം തരിക. ഞാനതൊന്നും പറയാനിരുന്നതല്ല. കുടുംബപരമായ ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയും. നീ ഒറ്റയ്ക്കല്ല ദൈവത്തെ ആരാധിക്കുന്നത്, കുടുംബമായി ദൈവത്തെ ആരാധിക്കണം. അതിനുള്ള വഴികളെ ദൈവം തുറക്കും. നിന്റെ തലമുറ പൈശാചികന്റെ കരവലയത്തിൽ ആകപ്പെട്ട എനിക്കറിയില്ല ഏതൊക്കെ തലമുറകളെ ഇന്ന് പകലെ ദൈവം തൊടും. നിന്റെ തലമുറയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഇഷ്ടമില്ല, ആരാധനയ്ക്ക് വരാൻ താല്പര്യമില്ല,
പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല, ആ കെട്ട് ഇന്ന് പകല് പൊട്ടുക യേശുവിന്റെ നാമത്തിൽ. റാം ഷസ്ബാന ഹത്തന റഗൽ കമനി. അത് നിന്റെ കൊച്ചു തലമുറയാകട്ടെ, നിന്റെ തലമുറയാകട്ടെ, സ്വർഗം അതിനെ അഴിച്ചു മാറ്റും. ആമേൻ. ഞാൻ ആ ദൂതിലേക്ക് വരുമ്പോ അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് ദൂതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ ശ്രദ്ധിച്ചോ, മോശ പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഞങ്ങൾക്കൊരു പുറപ്പാടുണ്ടെങ്കിൽ ഒരു കുളമ്പ് പോലും എന്ത് ചെയ്യത്തില്ല. ഞാൻ തുറന്ന മനസ്സോടെ പറയട്ടെ, വിട്ടുകൊടുക്കല്ലേ പിശാചിന്. നിങ്ങളുടെ ഒരു നന്മയും ഒരു അനുഗ്രഹവും അവന്റെ കൈക്കകത്ത് നിങ്ങൾ ഇട്ടുകൊടുക്കില്ല. ഈ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോ അവിടെ എടുത്ത് വായിക്കാൻ സമയമില്ല, ഞാൻ റെഫറൻസ് പറയാം, നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അവിടെ നാബോത്ത് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കാണാം. ആഹാബ് രാജാവ്, ഞാൻ രസകരമായിട്ട് പറയുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. ഈ ആഹാബ് രാജാവ് രാവിലെ ബെഡ് കോഫി കുടിക്കാനായിട്ട്, അങ്ങനെയൊന്നും ബൈബിളിൽ ഇല്ല കേട്ടോ, ഞാനങ്ങ് പറയുകയാണേ. ബെഡ് കോഫി കുടിക്കാനായിട്ട് രാവിലെ ബാൽക്കണി ചെന്നിരുന്ന് കാപ്പിയൊക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ മുഖത്തൊരു സന്തോഷമില്ല. ഉടനെ നിങ്ങൾ 1 രാജാക്കന്മാർ 21 ഇപ്പൊ വായിക്കല്ലേ, പിന്നെ വായിച്ചാൽ മതി. 1 രാജാക്കന്മാർ 21, ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 21. അപ്പോ ആഹാബ് രാജാവ് രാവിലെ ബാൽക്കണിയിൽ ഇരുന്ന് ബെഡ് കോഫി കുടിച്ചോണ്ടിരിക്കുമ്പോ ഇസബേല് സഹോദരി വന്നിട്ട് ചോദിച്ചു, അച്ഛാ എന്നാ പറ്റി, മുഖത്തൊരു സന്തോഷമില്ലല്ലോ, കോഫി കൊള്ളത്തില്ലേ? അങ്ങനെയൊന്നും ബൈബിളിൽ ഇല്ല, ഞാൻ വീണ്ടും എടുത്തു പറയാ, ഞാനങ്ങ് പറയാം. കോഫി കൊള്ളത്തില്ല എന്നൊക്കെ ചോദിച്ചപ്പം ആഹാബ് രാജാവ് പറഞ്ഞു, ഏടി അതൊന്നും അല്ല പ്രശ്നം, കോഫിയൊക്കെ നല്ലതാണേലും എൻ്റെ മനസ്സിന് ഭയങ്കര സങ്കടം. ഉടനെ ചോദിച്ചു, എന്നാ പറ്റി? നീ ആ മുന്തിരിത്തോട്ടം കണ്ടോ? ഈ ആഹാബിന്റെ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ ഇരുന്ന് നോക്കുമ്പോൾ നല്ലൊരു മുന്തിരിത്തോട്ടം, വിളഞ്ഞു കിടക്കുന്ന മുന്തിരിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുന്തിരിത്തോട്ടം കണ്ടു. അത് കണ്ടപ്പോ ഇസബേൽ ചോദിച്ചു, എന്നാ പറ്റി? എനിക്ക് ആ മുന്തിരിത്തോട്ടം വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് നാബോത്തിനോട് പറഞ്ഞു, നിന്റെ ഈ മുന്തിരിത്തോട്ടം എനിക്ക് തരാമെങ്കിൽ ഇതിന് പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം. ആമേൻ. ശ്രദ്ധിച്ചോണേ, ആ ഓഫറിനകത്താണ് പിശാചിന്റെ വലിയ തന്ത്രം കിടക്കുന്നത്. ഈ അച്ചാച്ചൻ ഓൾറെഡി മുന്തിരിത്തോട്ടം ഉണ്ടെന്നേ. അവിടെ പറയുന്നത് ഇതിലും നല്ല മുന്തിരിത്തോട്ടം നിനക്ക് തരാന്നാ. അപ്പം നല്ല മുന്തിരിത്തോട്ടങ്ങൾ ഈ പുള്ളിക്ക് ഉണ്ട്. അത് വെട്ടി ചീര വെച്ചാ പോരാ, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം തന്നെ വെട്ടി എന്ത് ചെയ്യണം? ചീര വെക്കണം. എന്താ അതിനർത്ഥം എന്നറിയാമോ? എൻ്റെ ഒരു ഭാഷ ഞാൻ പറയാം, ഏത് വ്യക്തി വന്നാലും കൊട്ടാരത്തിലോട്ടല്ല കാഴ്ച പോകുന്നത്, മുന്തിരിത്തോട്ടത്തിലോട്ടാണ്. നിന്റെ തലമുറ ഫലം കായ്ക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നോട്ടം നിന്റെ തലമുറയിലേക്കായി. നിന്റെ ശുശ്രൂഷ ഫലമാകാൻ തുടങ്ങിയപ്പോൾ മുതൽ നിന്നിലേക്കായി നോട്ടം. നിന്റെ കുടുംബം, നിന്റെ ജീവിതം, നിന്റെ ഭാവി, നിന്റെ സമ്പത്ത് ഫലമുള്ളതായി തീരാൻ തുടങ്ങിയപ്പോൾ മുതൽ നോട്ടം നിന്നിലേക്കായി. അന്നേരം മുതൽ പിശാച് ചിന്തിച്ചു, ഇതിനെ ഞാൻ ചീരയാക്കും. ഞാനിത് പറയുന്നത് ഒരു ആത്മീയ അർത്ഥമാണ്, നിങ്ങൾ അതിന്റെ ആഴം മനസ്സിലാക്കി ഇതിനെ ഏറ്റെടുക്കണം. അന്നേരം മുതൽ പിശാച് പറഞ്ഞു, ഇതിനെ ഞാൻ വെട്ടും, ഇതിനെ ഞാൻ ചീരത്തോട്ടം ആക്കും. അവിടെ നാബോത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾ അത് വീട്ടിൽ ഇരുന്ന് ശരിക്കൊന്ന് വായിക്കണം. ഇപ്പൊ വായിക്കണ്ട, വീട്ടിൽ ഇരുന്ന് വായിച്ചാൽ മതി. ഇതെന്റെ പിതാക്കന്മാർ എനിക്ക് കൈമാറിയ സമ്പത്താണ്, എൻ്റെ ഇൻഹെറിറ്റൻസ് ആണ്, എൻ്റെ ഇൻഹെറിറ്റന്റ് ആണ്. പിതാക്കന്മാർ തന്നതൊന്നും നിന്റെ കയ്യിൽ വരാൻ എൻ്റെ ദൈവം അനുവദിക്കരുത് എന്ന് പറഞ്ഞാൽ സംഖ്യാപുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇസ്രയേലിന്റെ മണ്ണിൽ വേറൊരു വിത്ത് കൊണ്ട് ഇടാൻ പാടില്ല. കമോൺ, ഇസ്രയേലിന്റെ മണ്ണിൽ വേറൊരു വിത്ത് കൊണ്ട് ഇടാൻ പാടില്ലെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം. അതുകൊണ്ടാണ് ഞാൻ തുറന്ന മനസ്സോടെ നിങ്ങൾ പറഞ്ഞാൽ ഈ നാബോത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്നാ, പിതാക്കന്മാർ എനിക്ക് കൈമാറിയ സമ്പത്ത് നിന്റെ കരത്തിൽ വരാൻ ദൈവം ഇടയാക്കല്ലേ. ആ വേട നിങ്ങൾ പിടിച്ചോണേ എന്ന് പറഞ്ഞാൽ, അപ്പൻ തന്നതൊന്നും നിന്റെ കയ്യിൽ എന്ത് ചെയ്യില്ല. ഇനി ദൂതിന് കേട്ടോ, മക്കൾ എന്താ ബൈബിൾ എന്താ പറയുന്നത്? മക്കൾ യഹോവ തരുന്ന ദാനവും ഉദരഫലം അവന്റെ പ്രതിഫലവുമാണ്. അപ്പം മക്കളെ ആര് തന്നതാ? സ്വർഗത്തിലെ അപ്പം തന്നതല്ലേ.
കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കല്യാണം കഴിഞ്ഞ് അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ സന്താന പുഷ്ടിയുള്ളവരായി വളരാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് അവരെ ബ്ലസ് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, പക്ഷേ ആ പ്രാർത്ഥന മാത്രം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്ക് ഇപ്പം മക്കളൊന്നും വേണ്ട, പയ്യെ മതി. ഞാൻ പറഞ്ഞു, മക്കളെ, ഇത് ദൈവം തരുന്നതാ, നിങ്ങൾക്കുള്ളതല്ല. ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ കരത്തിൽ എനിക്ക് പെൺകുഞ്ഞ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ മൊത്തം ആണുങ്ങളുടെ ജനസംഖ്യ അങ്ങനെ പെരുകുന്നു, പെണ്ണുങ്ങളുടെ ജനസംഖ്യ കുറയുന്നു. ഞങ്ങൾ 4 ആൺമക്കള്, ഞങ്ങൾക്ക് ഉണ്ടായതല്ല ആ മക്കള്. അപ്പം എനിക്കൊരു പെൺകുഞ്ഞ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആദ്യത്തെ കുഞ്ഞ് ഉണ്ടായപ്പം ഞാൻ പെൺകുഞ്ഞാണെങ്കിൽ രൂത്ത് എന്നൊക്കെ പേരിട്ട് ഇങ്ങനെ കാത്തിരുന്നു. പക്ഷെ ഉണ്ടായത് ആൺകുഞ്ഞ. ദുഃഖമൊന്നുമില്ല കേട്ടോ, അവൻ നല്ല നല്ല കൊച്ച. ആമേൻ. അങ്കിളും ആന്റി ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പം അവൻ നല്ല മെടുക്കന. അവന് ആ കുഞ്ഞിനെ ക്രിസ് എന്ന് ഞാൻ പേരിട്ടു. അപ്പം രണ്ടാമത് കുഞ്ഞുണ്ടായപ്പോൾ, കൺസീവ് ആയപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഇതൊരു പെൺകുഞ്ഞായാലും എനിക്ക് ഒത്തിരി സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞ് ആ പേര് ഞാൻ വീണ്ടും പൊടി തട്ടി എടുത്ത് ഇങ്ങനെ വെച്ചിരുന്നു. ഉണ്ടായപ്പോൾ പെൺകുഞ്ഞ് ഭയങ്കര സന്തോഷമായി, രൂത്തൊന്ന് പേരൊക്കെ ഇട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ദൈവദാസൻ എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എല്ലാവർക്കും ദൈവം പെൺകുഞ്ഞുങ്ങളെ കൊടുക്കില്ല. ഞാൻ ചോദിച്ചു, അതെന്താ? പെൺകുഞ്ഞുങ്ങൾക്ക് വളർത്താൻ പറ്റിയ കരങ്ങളിൽ മാത്രമേ പെൺകുഞ്ഞുങ്ങളെ ദൈവം കൊടുക്കത്തുള്ളൂ, പ്രീഷ്യസ് ആയവർക്ക് മാത്രമേ പെൺകുഞ്ഞുങ്ങളെ കൊടുക്കത്തുള്ളൂ. അദ്ദേഹം തമാശ, അദ്ദേഹത്തിന് 3-4 പെൺകുഞ്ഞുങ്ങളാ. അപ്പം എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വയം നിങ്ങൾ വലിയ മഹാനാന്ന് കാണിക്കാൻ വേണ്ടി പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞല്ലേ, മക്കൾ യഹോവ തരുന്ന ദാനമാണ്. ദൈവം എല്ലാവർക്കും ആ ദൈവത്തിന്റെ ദാനം കൊടുക്കാൻ ആഗ്രഹിക്കുക. അങ്ങനെ എന്തെങ്കിലും കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോണം, മക്കളില്ലാത്തവരുണ്ടെങ്കിൽ. കാരണം മക്കൾ യഹോവ ആ ദൈവത്തിന്റെ ദാനമാണ്. അത് സ്വീകരിക്കാൻ നിങ്ങളുടെ ശരീരത്തെ പിശാച് തടയുന്നുണ്ടെങ്കിൽ ആത്മാവിൽ അതിനെ വെട്ടിക്കോണം. അപ്പൊ ശ്രദ്ധിച്ചോണേ, മക്കൾ യഹോവ തരുന്ന ദാനം, ഉദരഫലം, അവന്റെ പ്രതിഫലം. അപ്പൊ മക്കൾ നിങ്ങൾക്ക് ആര് തന്നതാ? അപ്പൻ തന്നതാ. കമോൺ, അപ്പൻ തന്നതാ. അപ്പൊ അപ്പൻ തന്നതൊന്നും പിശാചിന്റെ കരവലയത്തിൽ ഇരിക്കാൻ ഞാനല്ല പറയേണ്ടത്, നിങ്ങൾ പറയണം. സമ്മതിക്കത്തില്ല, അനുവദിക്കില്ല. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് ആര് തന്നതാ? പറ. അപ്പൻ തന്നതാണ്. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ആര് തന്ന? അപ്പൻ തന്നതാണ്. നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങൾക്ക് ആര് തന്ന? അപ്പൻ തന്നതാണ്. അപ്പൻ തന്നതല്ല അതൊന്നും നിങ്ങൾക്കില്ലെന്നേ. അതൊന്നും പിശാചിന്റെ കരവലയത്തിൽ അകപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്യല്ലേ? അനുവദിക്കരുത്. ഇന്ന് പകൽ പറ, ഇല്ല പിശാചൻ നിന്റെ കരത്തിൽ യേശുവിന്റെ നാമത്തിൽ എൻ്റെ നന്മ ഇരിക്കാൻ അനുവദിക്കില്ല. ആത്മാവിൽ അതിനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഏതൊക്കെയോ തലമുറകളുടെ ബന്ധനങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എല്ലാ കെട്ടുകളും ആത്മാവിൽ ആരാധിപ്പാൻ കഴിയാതെ തലമുറയെ ആത്മീയത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് പാരമ്പര്യത്തിന്റെ ശക്തിക്കകത്ത് കുടുക്കിയിട്ടിരിക്കുന്ന ഒരു മൃഗത്തെ പോലെ കെട്ടിയിട്ടിരിക്കുന്ന സകല ശക്തികളും യേശുവിന്റെ നാമത്തിൽ റൈറ്റ് നൗ ഇപ്പോൾ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ. ശ്രദ്ധിച്ചേ, 5 മിനിറ്റ് കൊണ്ട് ഞാൻ അതൊന്ന് വൈൻഡ് ചെയ്തോട്ടെ. ആമേൻ. ശ്രദ്ധിച്ചോണം. അപ്പം ഫറവോനോട് സ്വർഗം പറഞ്ഞു, മോശയോട് സ്വർഗം പറഞ്ഞു, നീ പേടിക്കണ്ട, എന്റെ കരം വെളിപ്പെടാൻ പോവാ. അപ്പൊ യാഹൂവേ എന്ന നാമത്തിൽ ഞാൻ വെളിപ്പെടാൻ പോവാ. അപ്പൊ ശ്രദ്ധിച്ചോണേ, യഹോവ എന്ന നാമത്തിൽ ദൈവം ഇറങ്ങാൻ പോവാന്ന് പറഞ്ഞു. എന്നിട്ട് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, മോശയോട് ദൈവം പറഞ്ഞു, ആബീബ് മാസം 10-ാം തീയതി, ശ്രദ്ധിച്ചോണേ, നിങ്ങളുടെ മാസങ്ങളുടെ ആരംഭമായിരിക്കണം. ഒരാരംഭം ഇല്ലാതിരിക്കുന്ന ജനത്തോട് പറയാം, നിങ്ങളുടെ മാസങ്ങളുടെ ആരംഭം ആബീബ് മാസം 10-ാം തീയതി 1 വയസ്സുള്ള ഒരാണാട്ടുംകുട്ടിയെ നിങ്ങൾ എടുക്കണം. 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഊനമില്ലാത്ത ആണാട്ടുംകുട്ടിയായിരിക്കണം. എന്നിട്ട് 14-ാം തീയതി അതിനെ എന്ത് ചെയ്യണം? അറുക്കണം. എന്നിട്ട് അതിന്റെ രക്തം എടുത്ത് കട്ടളക്കാൽമേലും കുറുമ്പടിമേലും പുരട്ടണം. അതിന്റെ മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പ് ചീരയോടും കൂടെ ഭക്ഷിക്കണം. അന്ന് നിങ്ങളുടെ പുറപ്പാട് ആരംഭിക്കുകയാണ്. എന്തിനാ? ഈ ബ്ലഡ്, ആമേൻ, കുഞ്ഞാടിന്റെ രക്തം ഈ കട്ടളക്കാൽമേലും കുറുമ്പടിമേലും പുരട്ടിയത് നിങ്ങൾക്കറിയാലോ. ഞാനിപ്പം ഇത് മ്യൂട്ട് ചെയ്ത് നിങ്ങളോട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ എന്നേക്കാൾ നല്ലതായിട്ട് പ്രസംഗിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം, വചനം കാണാതെ അറിയാവുന്നവർ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, എന്തിനാ ബ്ലഡ്, എന്തിനാ രക്തം പുരട്ടിയത്? ദൈവം അയച്ച സംഹാരദൂതൻ അന്ന് രാത്രിയിൽ എല്ലാ വീട്ടിലും വരും. എന്താ അതിനർത്ഥം എന്നറിയാമോ? ദൈവം പറഞ്ഞു, ഇനി ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കത്തില്ല, ഞാൻ കടിഞ്ഞൂലുകളെ സംഹരിക്കാൻ ഇറങ്ങാൻ പോകുകയാണ്. അപ്പം ഞാൻ അടുത്തൊരു ദൂത് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ആ വേർഡ് മറക്കല്ലേ. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും വെളിപ്പെട്ടത് സർവശക്തിയുള്ള ദൈവമായിട്ടാ, എൽ ഷദായി ആയിട്ടാ. നിങ്ങൾക്ക് യാഹുവേ എന്ന നാമത്തിൽ വെളിപ്പെടാൻ പോവാണ്. ശ്രദ്ധിച്ചോണം, ഈ ഇസ്രയേലിന്റെ വീട്ടിൽ ദൈവം വെളിപ്പെട്ടത് കുഞ്ഞാടായിട്ടാ. ആണോ? ഇസ്രയേലിന്റെ വീട്ടിൽ ദൈവം വെളിപ്പെട്ടത് കുഞ്ഞാടായിട്ടാ.
എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു ആണാട്ടുംകുട്ടി എന്ത് ചെയ്തു? അറുക്കപ്പെട്ടു. ദാറ്റ് മീൻസ് ഇസ്രയേലിന്റെ വീട്ടിൽ ദൈവം ഇറങ്ങിയത് എങ്ങനെയാ? കുഞ്ഞാടായിട്ടാണ്. പക്ഷെ ഫറവോന്റെ വീട്ടിൽ ദൈവം ഇറങ്ങിയത് അങ്ങളെ കുഞ്ഞാടായിട്ടല്ല, സംഹാരത്തിന്റെ ദൈവമായിട്ടാണ്. എന്റെ ഭാഷ പറഞ്ഞാൽ നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി നായകനായി ഉള്ളതിനാൽ ജയം ജയം എപ്പോഴും എന്ന് പറഞ്ഞാൽ, നിന്റെ വീട്ടിൽ അവൻ കുഞ്ഞാടായി ഇറങ്ങിയപ്പോൾ ശത്രുവിന്റെ വീട്ടിൽ അവൻ തകർക്കുന്ന രാജരാജനായി. ഒന്നും കൂടെ കയറി പറഞ്ഞാൽ, നിന്റെ വീട്ടിൽ അവൻ യാഹുവയായിട്ട് ഇറങ്ങിയപ്പോൾ പിശാചിന്റെ ഭവനത്തിൽ അവൻ ലയൺ ഓഫ് ജൂദയായി, യഹൂദ ഗോത്രത്തിലെ സിംഹമായി അവൻ ഇറങ്ങി. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയട്ടെ. ആമേൻ. 2025 കൊല്ലം മുമ്പ് കാൽവറി ക്രൂശിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ മരക്കുരിശിൽ 3 ആണികളിന്മേൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോൾ, ആമേൻ, നിന്റെ മരണം മാറി, നിന്റെ ജീവൻ നിനക്ക് തിരികെ ലഭിച്ചു. ശത്രുവിന്റെ അടിമത്വം പൊട്ടി. അവന്റെ രക്തത്താൽ, ആമേൻ, കട്ടളക്കാൽമേലും കുറുമ്പടിമേലും രക്തം പുരട്ടിയപ്പോൾ സംഹാരകൻ അകത്ത് കയറിയില്ല എങ്കിൽ, ആമേൻ, അവന്റെ രക്തത്തിന്റെ ശക്തിയാൽ മരണങ്ങൾ മാറി, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ആമേൻ, അവന്റെ രക്തം നിങ്ങൾക്ക് സംരക്ഷണമായി നിൽക്കുമ്പോൾ, നിങ്ങൾക്ക് വിരോധമായി ശത്രു വെച്ചിരിക്കുന്ന സകല ചെങ്കോലുകളും നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, നിങ്ങളുടെ തലമുറയുടെ മേൽ, നിങ്ങളുടെ സമ്പത്തിന്റെ മേൽ, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ മേൽ, നിങ്ങളുടെ ശുശ്രൂഷകരുടെ മേൽ അവൻ വെച്ചിരിക്കുന്ന സകല നുകങ്ങളും അവന്റെ കരങ്ങളും ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം എടുത്തു മാറ്റുന്ന രാത്രിയാണ്, എടുത്തു മാറ്റുന്ന പകലാണെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ, ആമേൻ പറയാൻ കഴിയുന്നവർ ഉണ്ടെങ്കിൽ കരം ഉയർത്തിയോ കരം തട്ടിയോ എങ്ങനെയെങ്കിലും ഒക്കെ ദൈവത്തെ നന്ദിയോടെ ആരാധിച്ചോ. ആമേൻ. നിന്റെ സകല മുഖങ്ങളും ഇന്ന് രാത്രി ദൈവം എടുത്തു മാറ്റുകയാണ്. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. യാഹ്വേ എന്ന നാമത്തിന്റെ ശക്തി, യഹോവ എന്ന നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ആമേൻ. നിന്റെ കണ്ണുനീര് മാറാൻ പോകുന്ന ഒരു വിടുതലിന്റെ ദിവസമായി ഇന്നത്തെ ദിവസം മാറാൻ പോവാ. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ആമേൻ പറയണം. എന്റെ കരം പ്രവർത്തിക്കാൻ പോവാം എന്ന് പറഞ്ഞാൽ 430 വർഷമായിട്ട് ഇവരുടെ തോളിൽ വെച്ചിരുന്ന അവന്റെ ചെങ്കോൽ പറ അഴിഞ്ഞു. ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ ഇന്ന് പകലിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടെ? അവന്റെ രക്തത്തിന്റെ ശക്തിയാലല്ലേ നിങ്ങൾ വിടുവിക്കപ്പെട്ടെ. ആ കാൽവറി ക്രൂശിലെ മരണം നിങ്ങളുടെ മരണത്തെ മാറ്റി നിങ്ങളുടെ അകത്ത് ജീവൻ തന്ന് നിങ്ങളെ നിർത്തിയിരിക്കുന്നത് ദുഷ്ടന്റെ ചെങ്കോല് നിങ്ങളുടെ തോളത്ത് വെച്ചുകൊണ്ട് അതും ചുമന്നുകൊണ്ട് നടക്കാനല്ല. യെശയ്യാ 10 പറയുന്നത് പോലെ അവന്റെ നുകം ഇന്ന് പകൽ ഒടിയാൻ പോവുകയാണ്. ഇന്ന് പകൽ ആരാധിക്കാൻ, ആമേൻ, ആമേൻ, ഹൃദയത്തിൽ ഞാൻ കൈതട്ടി ആരാധിക്കുന്നതിനേക്കാൾ ഉപരി ഹൃദയത്തിനകത്തൊന്നും ഒരു ആരാധന ഇന്ന് പകൽ ഉയരുമെങ്കിൽ ഞാൻ തുറന്ന മനസ്സോടെ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് വെച്ച സകല മുഖങ്ങളും അവന്റെ ചെങ്കോലുകളും ഇന്ന് പകൽ സ്വർഗം എടുത്തു മാറ്റാൻ പോകുകയാണ്. നീ കരഞ്ഞ ദിവസങ്ങൾ മനുഷ്യരാരും കണ്ടില്ല. നിന്റെ അപ്പം കണ്ടില്ല, അമ്മ കണ്ടില്ല, നിന്റെ ഭാര്യ കണ്ടില്ല, നിന്റെ ഭർത്താവ് കണ്ടില്ല, നിന്റെ തലമുറകൾ കണ്ടില്ല. പക്ഷെ ഇന്ന് പകൽ സ്വർഗം പറയാം, നിന്റെ കണ്ണുനീരുകൾ കാണുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആമേൻ. ഗോലിയാത്ത് ചോദിച്ചു, നീ വടിയും കോലുമായിട്ട് വരാൻ ഞാൻ എന്നാ നായയാണോ? ആമേൻ. ദാവീദ് പറഞ്ഞ മറുപടി, ആമേൻ, ഞാൻ വരുന്നത് നീ നിന്ദിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യാഹ്വേ, യഹോവ എന്ന നാമത്തിലാണ്, യേശുവിന്റെ നാമത്തിൽ. എന്ന് പറഞ്ഞാൽ ഈ 40ാമത്തെ ദിവസം നിന്റെ ശക്തി ഇവിടെ അഴിയാൻ പോകുകയാണ്. നിന്റെ വെല്ലുവിളി തകരാൻ പോകുകയാണ്. ഇന്ന് പകലിൻ ദിവസങ്ങളാൽ നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന, നിങ്ങളുടെ ശരീരത്തിനെതിരെ വെല്ലുവിളിക്കുന്ന, കമോൺ, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോണേ.
നിങ്ങളുടെ തലമുറകൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ചില ശക്തികൾ ഇന്ന് പകൽ അവസാനിക്കാൻ പോകുകയാണ്. ചിലത് കീഴടങ്ങാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവൻ നിങ്ങളുടെ വീടിനകത്ത് ഇറങ്ങാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു. അവൻ നിങ്ങളുടെ വീടിനകത്ത് ഇറങ്ങാൻ പോകുകയാണ്. അവന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടിനകത്ത് ഇറങ്ങാൻ പോകുകയാണ്. അവന്റെ കൃപ നിങ്ങളുടെ വീടിനകത്ത് ഇറങ്ങാൻ പോകുകയാണ്. ഇപ്പോൾ തന്നെ ഒരു ദൈവാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിൽ ചലിക്കുകയാണ്. റാം ഷസ്മാന ഥലാജനദിയാര. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ആരാധിച്ചിട്ടും എനിക്കറിയില്ല, ഇതിനകത്തിരിക്കുന്ന ആരുടെയൊക്കെ മേലെ സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷന്റെ സ്പിരിറ്റ് ഉണ്ട്. ഇന്ന് പകല് പൊട്ടുക. അത് ഇന്ന് രാത്രി ഒരു തീരുമാനം എടുത്താൽ അത് ശരിയാണോ റൈറ്റ് ആണോ അതിനകത്ത് ഉറച്ചു നിൽക്കാൻ കഴിയാതെ ആകുല ചിന്തകൾ ഇട്ട് ഭാരപ്പെടുത്തുന്ന ചില മേഖലകൾ, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് അരുളിച്ചതും ദൈവം നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം നീ എടുത്ത ഒരു ഡിസിഷനകത്തും പിശാചിന്റെ കരം ചലിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ആ വേട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നാബോത്ത് പറയും, എന്റെ അവകാശങ്ങളൊന്നും നിന്റെ കരത്തിൽ വരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പക്ഷെ ഇസബേല് നിഷ്കളങ്കനായ നാബോത്തിനെ കൊന്നുകളഞ്ഞു. സ്വർഗം പറഞ്ഞു, ദൈവത്തിന്റെ നീതിമാനായ ഒരുവനെ നീ തകർത്തെങ്കിൽ ഞാൻ അടങ്ങിയിരിക്കുകയില്ല. ഏലി അവനോട് പറഞ്ഞു, നീ പോയി അസായേലിനെയും യേഹൂനെയും ഏലീശയും അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. ഒരുവന്റെ വാളിനെ തെറ്റുന്നവനെ മറ്റുള്ളവൻ പിടിക്കും. എന്തോ അഭിഷേകം നോക്കി. ആമേൻ. ഇന്ന് പകലിൽ നിനക്കെതിരെ നിന്നവനെ, നിന്റെ നന്മയ്ക്കെതിരെ നിന്ന പൈശാചിക മണ്ഡലത്തെ സ്വർഗം ഇന്ന് പകലിൽ തൊടാൻ പോവാ. വായിച്ച വാക്യം അങ്ങനെ തന്നെ നിന്നുകൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എങ്കിലും ഒരു വേട് പറഞ്ഞു നിർത്തുക. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ഐസയ ചാപ്റ്റർ 14:5, യെശയ്യാ 14:5 പറയുന്നു, യഹോവ ദുഷ്ടന്മാരുടെ വടി വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളയും. ആ വേടിന് നിങ്ങൾ ഒരു ആമേൻ പറയണം. യെശയ്യാ 14:5, ഐസയ ചാപ്റ്റർ 14:5. യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളഞ്ഞു. ഇന്ന് രാത്രി കരയുന്ന ഒത്തിരി അമ്മമാരും പിതാക്കന്മാരും സഹോദരങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ടല്ലോ. നിങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ ദൂത് പറയുക, വാഴുന്ന ശക്തിയുടെ വടിയും അവന്റെ ചെങ്കോലും ദൈവം ഓടിക്കാൻ പോവാ. നിങ്ങൾക്ക് വേണ്ടി ഒരു മറുപടിയുടെ കരം സ്വർഗം നീട്ടാൻ പോവാ. ഇന്ന് പകല് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? പിതാക്കന്മാർക്ക് വെളിപ്പെട്ടതുപോലെയല്ല എനിക്ക് വേണ്ടി അവൻ വെളിപ്പെടാൻ പോകുന്നത്. സർവശക്തി ഉള്ള ദൈവമായിട്ട് ഇന്നലകളിൽ ഞാൻ അവനെ കണ്ടെങ്കിൽ ഇന്ന് തകർക്കുന്ന രാജരാജനായി എന്റെ വിഷയത്തിന്റെ മേൽ അവൻ വെളിപ്പെടാൻ പോവാ. എല്ലാ കണ്ണുകളും അടച്ചു, എല്ലാ കണ്ണുകളും അടച്ചു. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. നീ ഒരു നീതിമാനാണെങ്കിൽ, ദൈവസന്ധി നീതിയുള്ളവനാണെങ്കിൽ, നിന്റെ തലമുറ അവന്റെ കയ്യിൽ അകപ്പെടാൻ 430 വർഷം ഇസ്രായേൽ അടിമത്തത്തിലായിരുന്നു മക്കളെ, ദൈവമക്കളെ. നിന്റെ തലമുറ ഇപ്പൊ അടിമത്തത്തിലാണ്, സത്യമാണ്. പക്ഷേ ഞാൻ അവന് വേണ്ടി പ്രവർത്തിക്കാൻ പോവാ. നിന്റെ ഭാവി അടിമത്തത്തിലാണ്, ഞാൻ ഇന്ന് പകല് പ്രവർത്തിക്കാൻ പോവാ. നിന്റെ ജീവിതം അടിമത്തത്തിലാണോ? എന്റെ കരം വെളിപ്പെടാൻ പോവാ. ഒരു നിമിഷം കണ്ണുകളടച്ചോ, പ്രാർത്ഥിച്ചോ. എന്റെ കണ്ണ് നിറഞ്ഞോണ്ടാണ് ഞാൻ ഈ ദൂത് പറയുന്നേ. നിറയുന്ന അനേകം കണ്ണുകൾ ഞാൻ ഇന്ന് പകലിൽ കാണുകയാണ്. ഒരുപക്ഷെ ആരോടും പറയാതെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ചില ഭാരങ്ങൾ, വേദനകൾ. ഇന്ന് പകൽ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. പുത്രദുഃഖത്താൽ കരയുന്ന ആരൊക്കെയോ ഇതിനകത്തിരിപ്പുണ്ട്. ദൈവത്തിന്റെ കരം നിന്റെ തലമുറ തകരാൻ എന്റെ ദൈവം അനുവദിക്കില്ല. എപ്പോഴൊക്കെയോ നീ പ്രാർത്ഥിച്ച്, കർത്താവേ ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പെങ്കിലും ഒരു ദൈവപ്രവൃത്തി. ഞങ്ങൾ ജീവനോട് ഇരിക്കുമ്പോൾ ഇത് കാണാൻ പറ്റുമോ? ഞങ്ങൾ കണ്ണടയുന്നതിന് മുമ്പ്? നോ.
നിന്റെ കണ്ണ് അടഞ്ഞു കഴിഞ്ഞ് വല്ലവരും അല്ല നിന്റെ തലമുറയുടെ നന്മ കാണാൻ പോകുന്നേ. നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ഒരമ്മ മകന്റെ മരണം കണ്ട് നിലവിളിച്ച് കരഞ്ഞപ്പോൾ സ്വർഗം മകന്റെ ബോഡി കണ്ടിട്ട് കരുണ തോന്നി നല്ല ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. അവന്റെ മൃതശരീരം കണ്ടിട്ട് അവനോട് കരുണ തോന്നി നല്ല ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. ആ അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട് അവൻ മനസ്സലിഞ്ഞു. കരയുന്ന അപ്പ അമ്മ നിന്റെ കണ്ണുനീര് കണ്ട് സ്വർഗം മനസ്സലിയാൻ പോവാ. ആരും കാണാതെ നീ നിലവിളിച്ചില്ലേ, മനസ്സലിയാൻ പോവാ. എന്നിട്ട് പറയാ, ആ കുഞ്ഞിനെ തൊട്ടെഴുന്നേൽപ്പിച്ചിട്ട് അമ്മയുടെ കരത്തിൽ, എനിക്കത് ഭയങ്കര ഇഷ്ടം അത് പ്രസംഗിക്കാൻ, എപ്പോഴേലും പിന്നീട് ഒരു അവസരത്തിൽ പ്രസംഗിക്കാം. കരഞ്ഞ അമ്മയുടെ കരത്തിൽ തന്നെ ദൈവം അവനെ മടക്കി കൊടുത്തു. നീ കരഞ്ഞ വിഷയം നിന്റെ കയ്യിൽ തന്നെ ദൈവം മടക്കി തരും. എല്ലാ കെട്ടുകളും അഴിയട്ടെ. ഊരാക്കുടുക്ക് പോലെ എത്ര അഴിച്ചാലും അഴിയാതെ വണ്ണം പാരമ്പര്യം കെട്ടിയിട്ടിരിക്കുന്ന ചില കെട്ടുകൾ, അടമന്തല പ്രബത്തനം പ്രൗഢവാരഭക്ഷനാദി വേദഘട്ടനാദി കേൾക്കമാനഘടകസി ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയുകയാണ്. ദൈവകൃപ ചലിക്കുകയാണ്. നിങ്ങൾ വിശ്വാസത്താൽ അത് കണ്ടോ? നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. എല്ലാ ദുഷ്ടന്റെ വിധികളെയും സ്വർഗം തകർത്തു മാറ്റി ദൈവത്തിന്റെ നീതിയുടെ കരം നിങ്ങളുടെ മേൽ വെളിപ്പെടുത്താൻ പോകുകയാണ്. കർത്താവേ, ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയും വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് സർവശക്തിയുള്ള ദൈവമായിട്ടാണ് വെളിപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി തകർക്കുന്ന രാജരാജനായി നീ ഇറങ്ങാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കൊരു പുറപ്പാട് വേണപ്പാ. അങ്ങയുടെ കരം ഈ ജനത്തിന്റെ മേൽ ചലിക്കണമേ. അവരുടെ വേദനകളെ മാറ്റണമേ. അവരുടെ കണ്ണുനീരുകളെ തുടയ്ക്കണമേ. അവരുടെ ദുഃഖങ്ങളെ ദൈവം മാറ്റി ആശ്വാസത്തിന്റെ കരം അവരുടെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് ഞാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. ദൈവകൃപ അവരുടെ കൂടെ ഇരിക്കും. അനുഗ്രഹിച്ചു വഴി നടത്തും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ധൈര്യത്തോടെ ഇരിക്കുക മക്കളെ. ഒരു പൈശാചിക ശക്തിയും നിങ്ങളുടെ തലമുറയോ നിങ്ങളുടെ ശരീരത്തെയോ നിങ്ങളുടെ കുടുംബത്തെയോ തകർക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ബിക്കോസ് അവൻ സർവ ന്യായാധിപനായി നീതിമാനായി നിങ്ങളുടെ കൂടെയുണ്ട്. ദുഷ്ടന്റെ ചെങ്കോൽ നിങ്ങളുടെ കൂടാരത്തിൽ ഇരിപ്പാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ഗോഡ് ബി വിത്ത് യു ഓൾ. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിജി പാസ്റ്ററെ. നമ്മളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ നിലനിൽക്കാൻ യഹോവ അനുവദിക്കുകയില്ല എന്ന് ശക്തമായി നമ്മളോട് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ അറിയിച്ചു. നാളുകൾ എത്രയായി എന്നുള്ളതല്ല, ദൈവം യഹോവയായി വെളിപ്പെടുമ്പോൾ ശക്തിമാനായി, നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന എന്തുവാ, ശക്തിമാനായിട്ട് ദൈവം ഇങ്ങോട്ട് വന്നൊന്ന് ഇടപെടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത്, കർത്താവിന്റെ ദാസനും കൂടെ ശക്തമായി അത് പറഞ്ഞു, യഹോവയായി ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ അയാം ഹു അയാം എന്ന് പറഞ്ഞ യഹോവ തൻ്റെ മഹത്വത്തിൽ വെളിപ്പെട്ടിറങ്ങുമ്പോൾ ബന്ധനങ്ങൾ അഴിയും, വിടുതലുകൾ നടക്കും. വർഷങ്ങളായി ജനത്തെ കെട്ടിവെച്ചിരുന്ന സാത്താന്റെ ശക്തികൾ തകർന്നു പോകും. വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. റോയ് പാസ്റ്റർ ലൈനിലുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഞങ്ങളുടെ കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയാമത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ഈ ഡിവൈസിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിശേഷാൽ അമേരിക്കൻ ഐക്യനാടുകളിലും കേരളത്തിലും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ യാചനയോടെ ദൈവശബ്ദം കേൾക്കുവാൻ കടന്നു വന്ന ദൈവജനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
നാളുകളായുള്ള ഈ പ്രവർത്തനത്തിന്മേൽ ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇത്രത്തോളം വെളിപ്പെടുവാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം. ഉടകാമനകാരകനാ ശന്തരേ വൈഡപ്രപനഘടകസി. ആമേൻ കർത്താവേ, നിന്റെ അത്ഭുതകരമായ കരത്തിന്റെ പ്രവർത്തികളും ദൈവികോദ്ധാരണങ്ങളും ഏത് ദേശത്തോടെ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നുവോ അതിന്റെ സഫലതകൾ കാണുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കണമേ. നിന്റെ അഭിഷേകദാസരിൽ കൂടെ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. നീതിമാന്റെ അവകാശത്തെ പിടിച്ചെടുക്കുവാൻ നോക്കുന്ന ദുഷ്ടശക്തികളുടെ നടുവിൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഞങ്ങൾ അനുഭവിക്കേണ്ട വാഗ്ദത്തമായ അനുഗ്രഹങ്ങളെ കവരുവാൻ ഞങ്ങൾക്ക് വിരുദ്ധമായി വരുന്ന ശക്തിയുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തികളെ കുറിച്ച് കേൾക്കുവാൻ ഈ രാത്രി ഇടയാക്കിയ കർത്താവേ, ദുഷ്ടനായ അഹാബിന്റെ ചിന്ത ആമേൻ ഫലവത്തായ ഭക്തന്റെ നന്മകളെ അപഹരിക്കുക എന്നുള്ളതാണല്ലോ. ഇന്നും ശത്രുവായ പിശാച് പലപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ അത് തന്നെയാണല്ലോ കർത്താവേ. ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ അവകാശങ്ങളെ, കുടുംബജീവിതത്തെ, നന്മകളെ, ഞങ്ങളുടെ ആരോഗ്യത്തെ ഒക്കെ കവർന്നു കളയുവാൻ നോക്കുന്ന ദുഷ്ടന്റെ പോരുകൾ ആമേൻ ഞങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുമ്പോൾ ആമേൻ കർത്താവേ, ഹല്ലേലൂയ, നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല എന്ന് അരുളിച്ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾ കാണുവാൻ ഇടയാക്കണമേ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കേൾപ്പിച്ച നല്ല ആരാധനയ്ക്കായി സ്തോത്രം കർത്താവേ. ഈ ആമീൻ കർത്താവേ, ആമേ ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന പ്രിയാതമാച്ചാന് വേണ്ടി, ലീലാസിസ്റ്ററിന് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിന്റെ കുഞ്ഞുങ്ങൾ ഏത് ഉദ്ദേശത്തോടെ ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയോ അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തിന്റെ കൃപാകടാശം കൂടെ ഇരുന്ന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ആഴ്ചകളിലും അഭിഷിക്തന്മാരായ ദൈവദാസന്മാരിൽ കൂടെ നിന്റെ ജനത്തെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭവനങ്ങളുടെ അകത്തേക്ക് ദൈവശബ്ദം മുഴങ്ങത്തക്ക നിലവാരത്തിൽ ഈ സൂം ഡിവൈസിനെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളുകളും അതിനെ തികയ്ക്കുമെന്നുള്ള വചനമുള്ളത് കൊണ്ട് ദൈവത്തെ വാഴ്ത്തുന്നു. ദാസിനെയും ദാസിയെയും തലമുറകളെയും ധാരാളമായി അനുഗ്രഹിക്കണമേ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ. അബ്രഹാമിന്റെ ഭവനത്തിൽ വന്ന ദൂതന്മാരെ അബ്രഹാം സൽക്കരിച്ചതുകൊണ്ട് അവന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ വലിയ ദൈവിക വാഗ്ദത്തങ്ങളുടെ വിടുതലുകൾ ആ കുടുംബത്തിനകത്തുണ്ടാകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കണമേ. നിരന്തരമായി സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് അവൻ പ്രാർത്ഥിക്കുകയും ദൈവശബ്ദം കേൾക്കുകയും ചെയ്ത ദൈവജനത്തിനായി സ്തോത്രം. എല്ലാവരും ഇന്ന് രാത്രി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവൻ ആരെങ്കിലും ഇന്ന് രാത്രി ഭാരത്തോടെ, നിരാശയോടെ, പ്രയാസങ്ങളോടുകൂടി സൂം ഡിവൈസിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി മുടങ്ങിയ ദൈവശബ്ദം അവരിൽ ക്രിയ ചെയ്യുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെ കൂടി കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. നിരന്തരം ഞങ്ങളെ കേൾപ്പിക്കുന്ന ദൈവശബ്ദത്തിനായി സ്തോത്രം. ഓരോ ദൈവശബ്ദവും ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര മുൻപോട്ട് ഗമിപ്പാൻ കൃപ നൽകുമാറാകണമേ. ഓടങ്ങളും തിരമാലകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ചീറിയടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വിശ്വാസം നൗക മുങ്ങിപ്പോകാതെ വണ്ണം കർത്താവ് എത്തേണ്ട തീരത്തെത്തിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് യാത്ര തുടരുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കണം. ദൈവമഹത്വം വെളിപ്പെടുത്തണം. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കണം. അടുത്തൊരാഴ്ച ഞങ്ങൾ മീറ്റിംഗിൽ കൂടുന്നത് വരെയും ദൈവസാന്നിധ്യം മറവിൽ മറയ്ക്കണ എണ്ണത്തിലൊന്നും കുറഞ്ഞു പോകാതെ റീഖാമാന വൈഡമാന ഹന്തര ജഗന വൈഷപ്രഭനഘടകസ്യ നിന്റെ കാവലിലും സൂക്ഷിപ്പിലും മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ തിരുമറവ് ഞങ്ങളെ മറയ്ക്കണമേ കർത്താവേ. തിരുസൽ ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവ്. നിന്റെ വരവെങ്കിൽ പ്രത്യാശയോടെ തിരുസൽ അടുക്കുവാൻ എത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകിയാട്ട്. ഞങ്ങളുടെ മരണമെങ്കിൽ കർത്താവെ ആ മഹത്വത്തിലേക്ക് പ്രവേശിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകിയാട്ട്. അല്ല അടുത്തൊരു ദിവസം ഞങ്ങൾക്ക് തരുന്നുവെങ്കിൽ വീണ്ടും ഈ മീറ്റിംഗിൽ സംബന്ധിച്ച് കർത്താവിന്റെ അനുഗ്രഹം പ്രാപിപ്പാൻ കൃപ നൽകിയാട്ട്. പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും ഓർത്ത് പ്രാർത്ഥിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളുമേലും ആവശ്യങ്ങളുമേലും വിശേഷാൽ ഇന്ന് രാത്രികാല ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അറിയിച്ച കർത്തൃദാസന്റെ മേലും ശുശ്രൂഷകളുടെ മേലും ഇടിവേ സോസ്റ്റ് ചെയ്ത പ്രിയപ്പെട്ടവരുടെ മേലും അമിതിൽ കേൾക്കപ്പെട്ട എല്ലാ തിരുവെഴുത്തിന്റെ ശബ്ദത്തിന്മേലും ഇപ്പോഴും അനേകം കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട ദൈവഞ്ഞാടൊരു മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു റോയ് പാസ്റ്ററെ. Praise the Lord. ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ പാസ്റ്റർ അല്പസമയം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. കൈ ഉയർത്തിയാല് പ്രാർത്ഥിക്കാം.